ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമലുവാണ്. മമിത ബൈജു, നസ്ലീൻ, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, അഖില തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രേമലു മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ ആകെയുള്ള സിനിമാ പ്രേമികൾ കണ്ടാസ്വദിച്ച് കൈയടിച്ച ഒരു മൂവിയാണ്. ഇതൊരു മനോഹരമായ ലവ് സ്റ്റോറിയാണ്. നല്ല ജോളിയായി ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സച്ചിൻ തന്റെ കരിയറിനായി UK പോകാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ തന്റെ നാടൊക്കെ മടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനും ആഗ്രഹിക്കുന്നു. തന്റെ സുഹൃത്തായ അമൽ മുഖേന അവൻ തൽക്കാലം ഹൈദരാബാദിൽ വരും. അവിടെ ഒരു IT ജീവനക്കാരിയായ റീനുവുമായി പ്രണയത്തിലാകുന്നു. എന്നാൽ റീനു ആഗ്രഹിക്കുന്ന കാമുകന്റെ ഗുണങ്ങൾ സച്ചിനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പ്രണയം പൂവണിയാൻ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അവരുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാം. സോ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് 2022 സേലം കാണിച്ചുകൊണ്ടാണ്. അവിടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെയർവെൽ ഡേ സെലിബ്രേഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ജെയിൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ നിന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ക്രിഞ്ചായിട്ടുള്ള ആളാണ്, പക്ഷെ എല്ലാവർക്കും അവനെ നല്ല ഇഷ്ടമാണ്. ജെയിൻ ഒരു മലയാളിയായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ജെയിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജെയിൻ പറയും, നമ്മുടെ കൂട്ടത്തിൽ 2 ടൈപ്പ് ആളുകളുണ്ട്. ഒന്ന് നിങ്ങളെപ്പോലുള്ള എൻ്റെ ട്രൂ ഫ്രണ്ട്സ്. എന്നിട്ട് അയാൾ കളിയാക്കിക്കൊണ്ട് പറയും, രണ്ടാമത്തെ ആളുകൾ അവർ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയോ? അവർ മദ്യം വാങ്ങാൻ പോയതാണെന്ന്. അപ്പോഴാണ് ജെയിൻ മെൻഷൻ ചെയ്ത രണ്ടാമത്തെ ആളുകളായ സച്ചിനും ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിൻ എന്ന കഥാപാത്രത്തെ നസ്ലീനാണ് അവതരിപ്പിക്കുന്നത്. സച്ചിനും ഗ്യാങ്ങിനും ജെയിൻ തങ്ങളെങ്ങനെ കുത്തി പറയുന്നത് ഇഷ്ടമാകുന്നില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു തമിഴ് പയ്യൻ അവരുടെ 2 പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിൻ പറയും, ഒന്ന് ചുമ്മാ തിരിയടാ, ഫിറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഈ ധൈര്യമൊന്നും ഉണ്ടാകില്ല. അവന്മാർ നമ്മളെ തിരിച്ചെടുത്തിട്ടടിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് മിണ്ടാതെ നിന്ന് കേട്ടോ എന്ന്. സച്ചിന് തൻ്റെ ഒപ്പം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. സച്ചിൻ അവളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ജെയിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിരിക്കുകയാണ്. ജെയിൻ അങ്ങനെ ഭയങ്കര ക്രിഞ്ച് പ്രസംഗമൊക്കെ നടത്തി ഇമോഷണൽ ഒക്കെ ആകും. അവൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സച്ചിൻ്റെ ഫ്രണ്ട്സൊക്കെ അവനെ കളിയാക്കി കൂക്കി വിളിക്കാൻ തുടങ്ങും. ഇത് കണ്ടിട്ട് ജെയിൻ അവരെ തല്ലണമെന്നൊക്കെ പറയുമ്പോൾ സച്ചിന് ഇഷ്ടമുള്ള ആ പെൺകുട്ടി അഞ്ജലി ആണ് അയാളെ പിടിച്ചുകൊണ്ടുപോയി അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. ജെയിൻ മനഃപൂർവ്വം എല്ലാവരുടെയും മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതും. എല്ലാവരും ജെയിൻ്റെ സൈഡാണെന്ന് കാണുമ്പോൾ എന്നാൽ നമുക്കും പോയി സെൻറ്റി അടിച്ച കാര്യമെന്നൊക്കെ സച്ചിൻ്റെ ഫ്രണ്ട്സ് പറയും. അപ്പോൾ ആ തമിഴ് ഫ്രണ്ട് സച്ചിനോട് പറയും, ഇന്ന് എന്തായാലും നീ നിന്റെ ഇഷ്ടം അഞ്ജലിയോട് തുറന്നു പറയണമെന്ന്. അതിനുവേണ്ടി തന്നെയായിരുന്നു സച്ചിനും ഇന്ന് കുടിച്ചിട്ടൊക്കെ വന്നത്. പക്ഷെ കൂട്ടത്തിലുള്ള ഒരു മലയാളി ഫ്രണ്ട് ഇവൻ്റെ വാക്കുകേട്ടൊന്നും ഇഷ്ടം പറയാൻ നിൽക്കരുതെന്ന് സച്ചിനോട് പറയുന്നുണ്ട്. പക്ഷെ സച്ചിൻ പറയും, പിന്നെ പറയാമെന്ന് വെച്ച് ഇപ്പോൾ 4 കൊല്ലമായി, ഇന്നെന്തായാലും പറയുമെന്ന്. അങ്ങനെ സച്ചിൻ ഒരു മരച്ചുവട്ടിലേക്ക് അഞ്ജലിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നിരിക്കുകയാണ്. നല്ലതുപോലെ ടെൻഷനുണ്ട് സച്ചിന്. സച്ചിൻ UK പോവുകയാണ്. ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് വളച്ചു ചുറ്റി അവളെ പ്രപ്പോസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ധൈര്യമൊക്കെ സംഭരിച്ച് അഞ്ജലിയുടെ കാര്യം പറയാൻ നിന്നപ്പോഴാണ് ജെയിൻ കുറേ പേരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തുകൂടെ ഗൈസ് കമോൺ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളവും വെച്ച് എല്ലാവരും കൂടെ എങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്. അവരുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ സച്ചിൻ പേടിച്ചുപോയി. എല്ലാ സ്റ്റുഡൻസും കൂടി എങ്ങോട്ടേക്ക് ഓടിപ്പോവാണ്. കാര്യം മനസ്സിലാവാതെ അഞ്ജലിയോട് എന്താ സംഭവം, ഇവന്മാർക്കൊക്കെ ഭ്രാന്തായോ എന്ന് സച്ചിൻ ചോദിക്കും. അപ്പോൾ അഞ്ജലി പറയും, അതവർക്ക് സീക്രട്ട് ചേംബറിന്റെ താക്കോല് കിട്ടി, അത് തുറക്കാൻ പോവാണ് എന്ന്. ഈ സീനിൽ നൈസായിട്ട് ഹൃദയം സിനിമയിലെ ആ ബീജം ഇട്ട് ഒന്ന് ട്രോളുന്നുണ്ട്. അഞ്ജലി പറഞ്ഞത് കേട്ടിട്ട് ആ ഓടിപ്പോകുന്ന കുട്ടികളെയൊക്കെ കളിയാക്കി സംസാരിക്കുകയാണ് സച്ചിൻ. അങ്ങനെ സച്ചിൻ ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് അഞ്ജലി ഇഷ്ടമാണെന്ന് അവളോട് പറയും. അപ്പോൾ എടുത്ത വായി അഞ്ജലി ചോദിക്കുന്നത്, സച്ചിൻ കുടിച്ചിട്ടില്ലേ? അല്ലെങ്കിലും കുടിക്കാതെ എന്നോട് സംസാരിക്കാനുള്ള ധൈര്യം സച്ചിൻ ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, ഞാനും ജെയിനും തമ്മിൽ റിലേഷനിലാണ്. സച്ചിന് ഈ കാര്യം അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന്. അത് കേട്ടപ്പോൾ സച്ചിൻ ആകെപ്പാടെ ഷോക്കായി പോകും. എന്നിട്ട് അഞ്ജലി അവിടെ നിന്നും സച്ചിനോട് പോവാണെന്ന് പറഞ്ഞിട്ട് സീക്രട്ട് ചേംബറിലേക്ക് പോവുകയാണ്. സച്ചിന് അഞ്ജലിയുടെ കാര്യം ഓർത്തിട്ട് ആകെപ്പാടെ വിഷമമാകും. അതും ജെയിനെയാണല്ലോ അവൾ സ്നേഹിക്കുന്നത് എന്നുകൂടി ഓർത്തു കഴിയുമ്പോൾ അവൻ്റെ വിഷമം കൂടും. അപ്പോൾ പെട്ടെന്ന് കള്ള് കുടിച്ചതിൻ്റെ വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് അവൻ അവിടെ നിന്ന് വൊമിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് വിഷമത്തോടെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ വെച്ചാണ് പ്രേമലു എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ ആ സീൻ കട്ടായിട്ട് സച്ചിൻ്റെ വീട് കാണിക്കുകയാണ്. സച്ചിൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനും ചേച്ചിയുമാണുള്ളത്. സച്ചിൻ വീട്ടിലുള്ളപ്പോൾ ചേച്ചിയുടെ വിവാഹത്തെ പറ്റിയൊക്കെ അമ്മ അവനോട് പറയുന്നുണ്ട്. സച്ചിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ മിണ്ടിയിട്ട് 1 വർഷമാകാറായി. അവർക്കിടയിൽ എന്തോ ഒരു പിണക്കമുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുന്നത് പോലും സെപ്പറേറ്റ് ആയിട്ടാണ്. അത് കഴിഞ്ഞ് സച്ചിൻ അച്ഛനോട് വിസയുടെ ആവശ്യത്തിനായി കുറച്ച് പണം ചോദിക്കും. സച്ചിന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ട് അബ്രോഡ് പോകണമെന്നാണ് ആഗ്രഹം. അച്ഛനോട് ക്യാഷ് ചോദിക്കുമ്പോൾ എൻ്റെ എവിടുന്ന ക്യാഷ്, നിന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കാൻ പറയുന്നു പറയും. അത് കേൾക്കുമ്പോൾ അമ്മ ഓരോന്ന് പറയാൻ തുടങ്ങും. അച്ഛനും അപ്പോൾ വഴക്കുണ്ടാക്കും. അവസാനം സച്ചിൻ പറയും,
ഒന്നും വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കൊള്ളാമെന്ന്. സച്ചിന്റെ അച്ഛനൊരു ബേക്കറി കടയാണ്. ചിലപ്പോഴൊക്കെ അവിടുത്തെ കേക്ക് പോലുള്ള ഐറ്റംസിന് ഡെലിവറിയൊക്കെ ചെയ്യുന്നത് സച്ചിനാണ്. ആ ജോലിക്കൊപ്പം അവൻ വിസയുടെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ട് കൂടി അവനൊപ്പം UK പോകാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. ഈ സമയം കൊണ്ട് സച്ചിൻ പതിയെ അഞ്ജലിയിൽ നിന്ന് മൂവ് ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളും സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് സച്ചിൻ ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സച്ചിനും ഫ്രണ്ടിനും ഒരു കൊറിയർ വരും. അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അത് ഒരുമിച്ച് മേടിക്കും. അതിൽ അവരുടെ പാസ്പോർട്ടും വിസയുമായിരുന്നു. സച്ചിൻ്റെ ഫ്രണ്ടിന് വിസ കിട്ടി, പക്ഷേ സച്ചിന് കിട്ടിയില്ല. ഫണ്ട് ഇഷ്യൂ കാരണം സച്ചിൻ്റെ വിസ റിജക്റ്റായി. സച്ചിൻ ആകെപ്പാടെ നിരാശനായി പോകും. ഇനി 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സച്ചിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അച്ഛൻ അവനെ കോൾ ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കുറച്ച് ഐസ്ക്രീം കൊടുക്കാനുണ്ട്, വേഗം കടയിലേക്ക് വരാൻ പറയും. സച്ചിൻ ഒരുപാട് വിഷമത്തോടെ ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്സിലേക്ക് ചെല്ലുകയാണ്. സച്ചിൻ്റെ പഴയൊരു ഫ്രണ്ടായിട്ടുള്ള അമൽ ഡേവിസിൻ്റെ വീടായിരുന്നു അത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അമൽ ഡേവിസിൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതിന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അമൽ സച്ചിനെ ഇൻവൈറ്റ് ചെയ്യും. സച്ചിന് ഇല്ല, കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും അമൽ സച്ചിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിക്കും. അമലിൻ്റെ ചേച്ചിയൊക്കെ പരിചയപ്പെട്ടിട്ട് അമൽ സച്ചിനെ കൂട്ടി സംസാരിക്കാനായിട്ട് മുകളിലേക്ക് പോകും. സച്ചിന് എന്തൊരു വിഷമമുണ്ടെന്ന് അമലിന് മനസ്സിലായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സച്ചിൻ വിസയുടെ കാര്യങ്ങളൊക്കെ പറയും. 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാം എന്നാണ് സച്ചിൻ വിചാരിക്കുന്നത്. അമലെല്ലാം കേട്ടിട്ട് പറയും, നീ എന്തിനാ തമിഴ്നാട്ടിൽ പോയി പഠിച്ചത്? ഞാൻ പഠിച്ച കോളേജിലെങ്ങാനും പഠിച്ചാൽ പോരായിരുന്നോ എന്ന്. അപ്പോൾ സച്ചിൻ പറയും, അതിനെനിക്ക് മാർക്കില്ലായിരുന്നല്ലോടാ, അത് അവിടെ പോയിട്ടാണെങ്കിൽ അതിനെക്കാട്ടിലും കഷ്ടമായിരുന്നു. അവിടെ എനിക്കൊരു വൺ സൈഡ് ലവ് ഉണ്ടായിരുന്നു. എപ്പോഴും പോസിറ്റീവ് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ആ പെണ്ണിനെ കൊണ്ടുപോയെന്ന് സച്ചിൻ പറയും. സച്ചിൻ്റെ ഈ കഥ കേട്ടിട്ട് അമലിന് ചിരി വരും. അത് സച്ചിനെ വിഷമമായെന്ന് മനസ്സിലാക്കിയിട്ട് അമൽ അവനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അമലിനോട് സച്ചിൻ ഇനി നിന്റെ പരിപാടി എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അമൽ പറയും, ഞാൻ എങ്ങനെയെങ്കിലും ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്തിട്ട് MTech ചെയ്യാൻ വേണ്ടിയിട്ട് റൂർക്കിയിലേക്ക് പോകാനുള്ള പരിപാടിയാണെന്ന്. അതെന്താ റൂർക്കിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അമൽ കുറച്ച് നാണത്തോടെ പറയും, എൻ്റെ ഗേൾഫ്രണ്ട് റൂർക്കിയിലാണ്, അവിടേക്ക് ചെല്ലാൻ വേണ്ടി അവൾ ഭയങ്കര നിർബന്ധമാണെന്ന്. അപ്പോൾ സച്ചിൻ പറയും, നീ വല്ലാണ്ട് വളർന്നു അമൽ ഡേവിസേ, ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് എവിടെ നിൽക്കുകയാണോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴുമെന്ന്. അമൽ സച്ചിൻ്റെ ഈ വിഷമമൊക്കെ കണ്ടിട്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സച്ചിൻ പറയും, തനിക്ക് എങ്ങനെയെങ്കിലും UK പോകണം. ഇപ്പോൾ നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നും മാറി നിൽക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് അമലിനോട് ചോദിക്കും. അമൽ പറയും, അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ അറിയിക്കാമെന്ന്. എന്നിട്ട് സച്ചിൻ ഒരിടത്ത് കുറച്ച് പഫ്സ് ഡെലിവറി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ധൃതിപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ്. അത് കഴിഞ്ഞ് നൈറ്റാണ് കാണിക്കുന്നത്. സച്ചിൻ ബേക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് അമൽ ഡേവിസ് വരും. എന്നിട്ട് ചോദിക്കും, നീ എൻ്റെ ഒപ്പം ഗേറ്റ് കോച്ചിങ്ങിന് വരുന്നോ? ഇൻ കേസ് നിനക്ക് UK പോകാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് ഈ ഗേറ്റ് സ്കോർ വെച്ച് മറ്റെന്തിനെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. എന്നിട്ട് നീ നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ അമൽ സച്ചിനോട് പറയും. കോച്ചിങ്ങിന് പോണോ വേണ്ടോ എന്ന കൺഫ്യൂഷനിലാണ് സച്ചിൻ. അപ്പോൾ സച്ചിൻ ചോദിക്കും, എവിടെയാണ് കോച്ചിങ് എന്ന്. അമൽ പറയും, ഹൈദരാബാദിലാണെന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിൻ്റെ മനസ്സിൽ എട്ടുപൊട്ടും. കാരണം അവന് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അങ്ങനെ ഹൈദരാബാദിൽ പോകാമെന്ന് സച്ചിൻ തീരുമാനിക്കും. ആ സീൻ അവിടെ കട്ടായിട്ട് നെക്സ്റ്റ് ഹൈദരാബാദാണ് കാണിക്കുന്നത്. റീനു എന്നൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവൾ ഹൈദരാബാദിലെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ ചെന്നിരിക്കുകയാണ്. റീനുവിൻ്റെ ടീമിൽ ആദി, വിഘ്നേഷ്, സുബിൻ, കാർത്തിക എന്നിവരാണ് ഉണ്ടായിരുന്നത്. അതിൽ സുബിനും കാർത്തികയും കേരളത്തിൽ നിന്നുള്ളവരാണ്. കാർത്തികയെ റീനുവിന് നേരത്തെ പരിചയവുമുണ്ട്. ആദിയും ഒരു മലയാളിയാണ്. അഖില ആണ് കാർത്തിക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മമിതയാണ് റീനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്യാമാണ് ആദിയെ അവതരിപ്പിക്കുന്നത്. സുബിൻ റീനുവിന് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പൈസ കൊടുക്കാതെ എങ്ങനെ വെൻഡിങ് മെഷീൻ ഉപയോഗിക്കാമെന്നൊക്കെ അയാൾ റീനുവിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ റീനു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഘ്നേഷ് വന്ന് പറയും, ടീം ലീഡ് ആദ്യ വിളിക്കുന്നുണ്ട് എന്ന്. എന്തോ വഴക്ക് പറയാനാണ് ആദ്യ വിളിക്കുന്നത് എന്ന് വിഘ്നേഷ് പറയും. റീനു അതുകൊണ്ട് പേടിച്ചാണ് ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവിടെ ആദിയും ബാക്കി ടീം മെമ്പേഴ്സും റീനുവിനെ തന്നെ അവൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൾ പേടിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവർ സർപ്രൈസ് എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് റീനുവിനോട് പറയും. അവൾ ന്യൂ ജോയിനി ആയതുകൊണ്ട് എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്തതായിരുന്നു അത്. ആദ്യമാണ് അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെ മുന്നിട്ട് നിന്നത്. ആദിക്ക് റീനുവിനെ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ക്രഷ് അടിച്ചിട്ടുണ്ട്. റീനുവിൻ്റെ അടുത്ത് പോയി ആദി സെൽഫ് ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്യും. എന്നിട്ട് റീനു അവളുടെ കാര്യമൊന്നും പറയാതെ തന്നെ അവളുടെ ഫുൾ ഡീറ്റെയിൽസും ആദ്യം അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതും അവളുടെ വീട്ടിലെ പൂച്ചയുടെ പേരുൾപ്പെടെയാണ് ആദ്യം പറയുന്നത്. ആദ്യം ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് കേട്ടിട്ട് റീനു ഞെട്ടി വണ്ടറടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആദ്യം റീനുവിനോട് ചോദിക്കും, വർക്ക് ചെയ്യാൻ ഹൈദരാബാദ് ചൂസ് ചെയ്തത് സ്കൂളിങ്ങും മറ്റുമൊക്കെ കേരളത്തിലായിരുന്നതുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനല്ലേ എന്ന്. അതേ എന്ന് ആശ്ചര്യത്തോടെ റീനു മറുപടി നൽകും. അപ്പോൾ ആദ്യം പറയും, അത് വളരെ തെറ്റായൊരു ഡിസിഷനായിപ്പോയി. ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ബാഡ് ചോയ്സ് ആയിരുന്നുവെന്ന്. റീനു ഇത് കേട്ടിട്ട് ഞെട്ടിപ്പോകും. അവൾ അതെന്താണെന്ന് ടെൻഷനായിട്ട് ചോദിക്കും.
അപ്പോൾ ആദി റീനു ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കണ്ടിട്ട് ചിരിച്ചിട്ട് കൈ കൊണ്ടൊരു ആക്ഷൻ കാണിച്ചിട്ട് പറയും JK എന്ന്. JK എന്ന് വെച്ചാൽ ജസ്റ്റ് കിഡിങ്, അതായത് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. ഇത് കേൾക്കുമ്പോൾ റീനുവിന് ആശ്വാസമാകും. ആദിയുടെ ഒരു സിഗ്നേച്ചർ ജസ്റ്ററാണ് JK. അയാൾ ഇത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ ഉപയോഗിക്കും. എന്നിട്ട് വെൽക്കം ടു ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്നും ചിരിച്ചു കൊണ്ടുപോകും. റീനുവും ഓക്കെ ആയിപ്പോൾ. അപ്പോൾ മുതൽ ആദിനെ അവൾ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ റീനു കാർത്തികയുടെ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കാർത്തികയുടെ ഫ്ലാറ്റിൽ മറ്റൊരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. നിഹാരിക വാണ്ടർലസ്റ്റ് എന്നാണ് അവളുടെ പേര്. വാണ്ടർലസ്റ്റ് എന്നാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത്. കിളി പോയതുപോലത്തെ ഒരാളാണ് വാണ്ടർലസ്റ്റ്. വാണ്ടർലസ്റ്റ് ബിയറൊക്കെ കുടിച്ച് സിഗരറ്റൊക്കെ വലിച്ച് ഒരു ഗിറ്റാറും കൊണ്ട് ആർക്കും മനസ്സിലാകാത്ത കുറെ പാട്ടൊക്കെ പാടി നടക്കുന്ന ആളാണ്. മീനാക്ഷിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കാർത്തിക റീനുവിന് വാണ്ടർലസ്റ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കും. റീനുവിനെ കണ്ടിട്ട് ആദ്യം തന്നെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു $100 എടുക്കാനുണ്ടോ എന്നാണ് വാണ്ടർലസ്റ്റ് ചോദിക്കുന്നത്. റീനു തന്റെ മര്യാദയ്ക്ക് അത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ കാർത്തിക അത് തടഞ്ഞുകൊണ്ട് പറയും, കൊടുക്കണ്ട, കൊടുത്താൽ പിന്നെ അത് ശീലമായി പോകുമെന്ന്. അതെല്ലാം കഴിഞ്ഞ് റീനു ജോലിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് സീൻ ഷിഫ്റ്റ് ആയിട്ട് സച്ചിനെയും അമൽ ഡേവ്സിനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. അവർ ഒരു ചെറിയ സ്ഥലത്തുള്ള ഒരു കുടിസുമുറിയിലാണ് താമസിക്കുന്നത്. അവർക്ക് കിട്ടിയ ആ റൂമിലാണെങ്കിൽ ഒരു ബെഡേ ഉള്ളൂ. അമൽ പറയും, തിങ്കൾ ബുധൻ വെള്ളി ഞാൻ ബെഡിൽ കിടക്കും, ചൊവ്വ വ്യാഴം ശനി നീ കിടന്നോ, സൺഡേ നമ്മൾ ആര് കിടക്കുമെന്ന് ടോസ് ഇടാമെന്ന് പറയും. എന്നിട്ട് ഇന്ന് തിങ്കളല്ലേ ഞാൻ കട്ടിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമൽ കട്ടിൽ കയറി കിടക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഗേറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഒരു അക്കാഡമിയിൽ പോയി അഡ്മിഷൻ എടുക്കും. അങ്ങനെ സച്ചിന്റെയും അമലിന്റെയും ക്ലാസ് തുടങ്ങുകയാണ്. കുറച്ച് കഷ്ടപ്പാടാണ് അവർ രണ്ടുപേരുടെയും ലൈഫ്. എങ്കിലും അവർ പതിയെ എല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. അടുത്തത് ആദിയെ കാണിക്കുകയാണ്. ആദി നല്ല അച്ചടക്കമുള്ള പയ്യനാണ്. അത് റീനുവിന് ഒരുപാട് ഇഷ്ടമാകും. റീനുവിനെയും ആദിക്ക് ഇഷ്ടമാണ്. റീനുവും കാർത്തികയും വണ്ടർലസ്റ്റും കൂടി ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട്. തൻ്റെ ജോലി സ്ഥലത്തെ ടീമിനൊപ്പം ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് റീനു. അവളുടെ ലൈഫ് നല്ല രീതിയിൽ തന്നെ പോകുകയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം നൈറ്റാണ് കാണിക്കുന്നത്. റീനുവും കാർത്തികയും വാണ്ടർലസ്റ്റും കൂടി ടെറസിന് മുകളിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റീനു ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ടിനെ നോക്കുന്നുണ്ട്. പക്ഷെ ആരെയും അവൾക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. തന്നെക്കാളും മച്ചുവേർഡായ ലൈഫിൽ സെറ്റിൽഡായ ഒരാളെയാണ് റീനു അന്വേഷിക്കുന്നത്. അപ്പോൾ കാർത്തിക പറയും, നിന്റെ കണ്ടീഷൻസ് ഇത് മാത്രമല്ലല്ലോ, ഒരുപാടില്ലേ, അതുകൊണ്ടാണ് ആരെയും കിട്ടാത്തത്. അല്ലെങ്കിലും നിന്റെ പോലെ ഭയങ്കര കണ്ടീഷൻസ് ഒക്കെയുള്ള പെൺകുട്ടികൾ അവസാനം ഏതെങ്കിലും കൊള്ളില്ലാത്തവനെ തന്നെയായിരിക്കും ചെന്ന് കെട്ടുന്നത്. അതുകൊണ്ട് റീനുവിന് ഒരു ചെക്കനെ കണ്ടുപിടിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് വാണ്ടർലസ്റ്റിനോട് കാർത്തിക തമാശയ്ക്ക് പറയും. വാണ്ടർലസ്റ്റ് ആണെങ്കിൽ മൂക്കറ്റം കുടിച്ച് ഫിറ്റായിരിക്കുകയാണ്. വാണ്ടർലസ്റ്റ് പറയും, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്യാൻ ഞാൻ താഴേക്കെറിയും, അത് ആരുടെ തലയിലാണോ ചെന്ന് വീഴുന്നത് ആ ആളെ നീ കെട്ടും, നീ കെട്ടണമെന്ന് പറഞ്ഞ് വാണ്ടർലസ്റ്റ് ആ ക്യാനെടുത്ത് താഴേക്കെറിയും. അതാണെങ്കിൽ നേരെ ചെന്ന് താഴേക്കൂടി നടന്നു പോവുകയായിരുന്ന ഏതോ അമ്മാവന്റെ തലയിലേക്കാണ് വീണത്. അയാളാണെങ്കിൽ തെലുങ്കിൽ ചീത്ത വിളിക്കാനും തുടങ്ങും. അപ്പോൾ നീ എന്തു പണിയെ കാണിച്ചെന്ന് ചോദിച്ചിട്ട് കാർത്തികയും റീനുവും കൂടി വാണ്ടർലസ്റ്റിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. പോകുന്ന വഴി വാണ്ടർലസ്റ്റ് ചോദിക്കും, ഏതോ കിളവന്റെ തലയിലാ വീണെന്ന് തോന്നുന്നു, കുറച്ച് മെച്യൂരിറ്റി കൂടി പോയാൽ കുഴപ്പമുണ്ടോ എന്ന്. ആ സീൻ അങ്ങനെ കട്ടായിട്ട് അമലിനെയും സച്ചിനെയുമാണ് കാണിക്കുന്നത്. അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. അമല് പക്ഷേ തൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അവർ രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കും. ഗേൾ ഫ്രണ്ട് നിർബന്ധിച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. അമലും ഗേൾ ഫ്രണ്ടും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് സച്ചിന് ആകെപ്പാടെ ഇറിറ്റേഷനും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അമൽ സച്ചിന് ഇതൊക്കെ ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഗേൾ ഫ്രണ്ട് ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. സച്ചിൻ അതുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. തലേ ദിവസം ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് സച്ചിൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോകും. സാർ ഇത് കണ്ടിട്ട് സച്ചിനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറയും, തനിക്ക് കൂർക്കം വലിക്കാണ്ട് ഉറങ്ങാൻ പറ്റുമോ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുവെന്ന്. അങ്ങനെ സാറ് സച്ചിനെ ഒന്ന് കളിയാക്കി വിടുകയാണ്. ആ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ അമലും സച്ചിനും കൂടി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഉഴപ്പാതെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്നെല്ലാം അമൽ സച്ചിനെ ഉപദേശിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സാറ് ഫുഡ് കഴിക്കാൻ അങ്ങോട്ടേക്ക് വരും. സാറും മലയാളിയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സെയിം വൈബും ഫ്രണ്ടും തന്നെയാണ് സാർ. സച്ചിൻ സാറിനോട് പറയും, സാറേ ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പോൾ സാറ് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സച്ചിനോട് പറയും, നല്ല തീരുമാനം, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് നിന്റെ നെറ്റിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിന്നെ വിഷമിപ്പിക്കേണ്ട എന്നോർത്ത് ഞാൻ പറയാതിരുന്നതാണെന്ന്. സാറിങ്ങനെ ഭയങ്കര കൂളായിട്ട് പറയുന്നത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചിൻ. എന്നിട്ട് സാറ് പറയും, അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും വരണമെന്ന്. അവർ വരാമെന്ന് പറയും. ആന്ധ്രയിലോ മറ്റോ ആണ് കല്യാണം. അതിന് പോകാമെന്ന് അവർ തീരുമാനിക്കും. വെയിലത്ത് ബസ്സിലൊക്കെ അത്ര ദൂരം പോകാൻ വയ്യാത്തതുകൊണ്ട് അമൽ ഡേവിസ് തൻ്റെ ഒരു കസിൻ്റെ കാർ കൊണ്ടുവരാമെന്ന് പറയും. അത് കഴിഞ്ഞ് റീനുവിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. കോളീഗ്സിനൊപ്പം ഇരുന്ന് റീനു ഒരു ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആദിയെ മാരി ചെയ്യുമെന്ന് റീനു പറയും. കൊളീഗ്സിൽ ഒരാൾ തമാശയായിട്ട് ഇത് ആദിയോട് ചെന്ന് പറയുമ്പോൾ ആദി പുറമെ ദേഷ്യപ്പെടുമെങ്കിലും ശരിക്കും ആദിക്ക് റീനു അങ്ങനെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആദ്യ ടീംമേറ്റ്സിനോട് പറയും, നമ്മുടെ ടീമിലെ ശ്രാവണിയുടെ വിവാഹമല്ലേ അടുത്ത ആഴ്ച, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പറയണം, എനിക്കത് വെച്ച് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണെന്ന്. ശ്രാവണിയുടെ വിവാഹത്തിന് തലേന്ന് ഒരു പ്രോഗ്രാമും ശ്രാവണി പറഞ്ഞത് പ്രകാരം സെറ്റാക്കിയിട്ടുണ്ട്.
അത് നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് ആദി പറയും. ദേവരാഗം 2.0 എന്നാണ് ആദ്യ ആ പ്രോഗ്രാമിന് പേര് നൽകിയിരിക്കുന്നത്. കൃഷ്ണ ഭഗവാന്റെ ജീവിത കഥയൊക്കെ ബേസ് ചെയ്ത ഒരു നൃത്ത ആവിഷ്കാരമാണത്. കൃഷ്ണനായിട്ട് ആദ്യം രാധയായിട്ട് റീനുവിനെയുമാണ് ആദ്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദിക്ക് റീനുവിനെ ഇഷ്ടമായതുകൊണ്ട് അയാൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണ്. അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ആദ്യ തന്റെ ടീമിനൊപ്പം കാറിൽ ശ്രാവണയുടെ വിവാഹത്തിന് പോകുന്നതാണ് കാണിക്കുന്നത്. കാറിലിരുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് എല്ലാവരും പോകുന്നത്. അങ്ങനെ അവർ ആ കല്യാണ സ്ഥലത്തെത്തും. ആദ്യം ഒരു ഷെർവാണിയൊക്കെ ധരിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഓവറാണ് ആൾ. അങ്ങനെ അവർ ശ്രാവണിനെ ഒക്കെ മീറ്റ് ചെയ്ത് അവരുടെ ഫാമിലിയെയും മുത്തശ്ശനെയും ഒക്കെ മീറ്റ് ചെയ്യും. ശ്രാവണയുടെ വീടിന് മുന്നിലായിട്ട് ഒരു പ്രതിമയുണ്ട്. അതാരാണെന്ന് ആദ്യം മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, ഈ പ്രതിമ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. ഇതാരാണ് പണിതത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ആൻസിസ്റ്റർ ആയിരിക്കും ഇതെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചു പോരുന്നത്. അവരുടെ ഫാമിലി ആ പ്രതിമയെ പരിപാവനമായി കാത്തു സൂക്ഷിച്ചു പോരുന്നതാണ്. അങ്ങനെ സുബിനും ആദ്യം കൂടി ആ ശില്പമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഹോണൊക്കെ അടിച്ച് ബ്രേക്കില്ലേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഭയങ്കര സ്പീഡിൽ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് ഒരു മിനി കൂപ്പർ കാർ വരുന്നത്. അത് വന്ന് നേരെ ഇടിക്കുന്നത് ആ പ്രതിമയാണ്. അത് മറിഞ്ഞു വീഴുന്നത് ആദിയുടെ മുകളിലേക്കും. ആദി എന്തോ ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് നമ്മളെ ആ കാറിനുള്ളിൽ ആരായിരുന്നു എന്ന് കാണിക്കുന്നത്. അത് സച്ചിനും അമലുമായിരുന്നു. അവർ രണ്ടും ആ കാറും കൊണ്ട് കല്യാണം കൂടാൻ വന്നതായിരുന്നു. ശ്രാവണി വിവാഹം കഴിക്കുന്നത് മറ്റാരെയുമല്ല, സച്ചിന്റെ അക്കാഡമിയിലെ ആ സാറിനെയാണ്. ഈ നടന്ന ആക്സിഡന്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ എന്നോർത്ത് പേടിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും. ആദ്യം എന്നിട്ട് വന്ന് സച്ചിനെയും അമലിനെയും കണ്ണുപൂട്ടുന്ന ചീത്ത പറയും. മലയാളികളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ ചീത്ത വിളിക്കും. ആദ്യം എന്നിട്ട് അവർ ആ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങും. പെണ്ണിന്റെ അച്ഛനും അങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രശ്നം ഒന്നുകൂടെ വഷളാകും. അവർ പോലീസിനെ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, ഇവരെന്തായാലും വിവാഹം കൂടാൻ വന്നതല്ലേ, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, പോരാത്തതിന് അവർ പയ്യന്റെ പരിചയക്കാരുമല്ലേ എന്ന്. അങ്ങനെ സച്ചിനും അമലും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അപ്പോഴാണ് അവിടേക്ക് റീനുവും കാർത്തികയും ബഹളമൊക്കെ കേട്ടിട്ട് വരുന്നത്. റീനുവിനെ കണ്ടപ്പോൾ തന്നെ സച്ചിൻ ഒരു സ്പാർക്ക് അടിക്കുന്നുണ്ട്. അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദ്യം പറയും, ഇവരെന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ. റീനു സച്ചിനോട് എവിടെ നോക്കിയാ ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാകും. റീനുവിനെ കണ്ടിട്ട് കിളിയെല്ലാം പാറി നിൽക്കുന്നത് കൊണ്ട് അവർ ചോദിക്കുന്നതിനെല്ലാം എന്തോ വെളിവില്ലാതെ കുറെ കാര്യങ്ങളാണ് മറുപടിയായിട്ട് സച്ചിൻ പറയുന്നത്. റീനു ഇവരൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദ്യം അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകും. അങ്ങനെ സച്ചിന്റെയും അമലിന്റെയും അടുത്തേക്ക് അവരുടെ സാർ, അതായത് കല്യാണ പയ്യൻ വരികയാണ്. ശോഭി എന്നാണ് പേര്. അദ്ദേഹം പറയും, എന്താണ് ഒരു ഒച്ചയും ബഹളവും? ബഹളം കേട്ടപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും എന്ന്. അതെല്ലാം കഴിഞ്ഞ് ഹൽദി നടക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കും. സച്ചിനാണെങ്കിൽ റീനുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അമൽ ശ്രദ്ധിക്കുന്നുണ്ട്. റീനുവിൻ്റെ കാര്യം അമൽ സച്ചിനോട് ചോദിക്കുമ്പോൾ അവൻ നല്ലതുപോലെ നാണം വന്ന് ബ്ലഷാകും. സച്ചിൻ നാണം കുണുങ്ങിക്കൊണ്ട് അമലിനോട് പറയും, തനിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായെന്ന്. റീനു സിംഗിൾ ആണെന്ന് സച്ചിൻ അവളുടെ കണ്ണു നോക്കി പറയും. അപ്പോൾ അമൽ ചോദിക്കും, അതെങ്ങനെ മനസ്സിലായേ, എന്താ ഇത്ര ഉറപ്പെന്ന്? സച്ചിൻ പറയും, എടാ അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണെന്ന്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ബാക്കി ഫംഗ്ഷൻ നടക്കുകയാണ്. സച്ചിനും അമലും മുത്തശ്ശനെയും കൂട്ടി ചെറുതായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റീനുവിൻ്റെ ഒക്കെ ഡാൻസ് സ്റ്റാർട്ടായപ്പോൾ അവർ രണ്ടുപേരും വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലും. നല്ല ഭംഗിയായിട്ട് തന്നെ ആ പെർഫോമൻസ് നടക്കുകയാണ്. സച്ചിൻ റീനുവിനെ നോക്കി നന്നായിട്ട് ആ ഡാൻസ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് പോകുമ്പോഴാണ് കൃഷ്ണൻ ഓടക്കുഴലൊക്കെ വായിച്ചുകൊണ്ട് പിറകിൽ നിന്നും സ്റ്റേജിലേക്ക് ഓടിക്കയറി വരുന്നത്. കൃഷ്ണനെ കാണാൻ വേണ്ടി പിന്നിലോട്ട് നോക്കിയ സച്ചിനും അമലും ഞെട്ടിപ്പോകും. അത് ആദിയായിരുന്നു. ആദി റീനുവിൻ്റെ ഒപ്പം പെർഫോം ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. ആദി നന്നായിട്ട് റീനുവിനൊപ്പം കൃഷ്ണനും രാധയുമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സച്ചിന് അവരിങ്ങനെ ക്ലോസ് ആയി നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ആ പെർഫോമൻസ് സച്ചിനും അമലിനും ഒഴികെ ബാക്കി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. പെർഫോമൻസ് കഴിഞ്ഞ് ആദ്യം റീനുവും ഒക്കെ സച്ചിൻ്റെയും അമലിൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. ആദ്യം സച്ചിനെയും അമലിനെയും കണ്ടിട്ട് വീണ്ടും കളിയാക്കാൻ തുടങ്ങുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് റീനു ആദ്യയെ തടയും. എങ്കിലും തക്കം കിട്ടുമ്പോൾ അമലും സച്ചിനും ഓരോന്ന് പറഞ്ഞ് ആദ്യ റീനുവിൻ്റെ മുന്നിലിട്ട് നല്ലതുപോലെ കളിയാക്കും. സച്ചിൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ട്രോളുന്നത് കേട്ടിട്ട് റീനുവും കാർത്തികയും ചിരിക്കും. അത് കാണുമ്പോൾ ആദ്യക്ക് ദേഷ്യം കയറും. ആദ്യം എന്നിട്ട് റീനുവിനോട് കുറേ കോമഡി പറയാൻ നോക്കുമ്പോൾ അതൊക്കെ ചളിയായി ചീറ്റി പോകുകയും ചെയ്യും. അത് കണ്ട് സച്ചിനും അമലും ആദ്യം ഒന്നുകൂടെ കളിയാക്കി ചിരിക്കും. ആദ്യക്ക് അവരുടെ രണ്ടുപേരുടെയും നല്ലതുപോലെ ദേഷ്യം വരും. അപ്പോൾ ആദ്യം അങ്ങനെ അവിടെ നിന്നും പിണങ്ങി എഴുന്നേറ്റ് പോകും. അത് കാണുമ്പോൾ റീനുവും കാർത്തികയും കൂടി അയാളെ സമാധാനിപ്പിച്ച് അയാൾക്കൊപ്പം ചെല്ലുകയാണ്. അത് കഴിഞ്ഞ് ഒരിടത്തിരക്ക് കയറുന്ന റീനുവിനോടും കാർത്തികയോടും സച്ചിനും അമലും സംസാരിക്കാൻ ചെല്ലുകയാണ്. റീനുവും കാർത്തികയും അവരെ വായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർക്കൊപ്പം സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്യും. അവിടെ വെച്ച് അവർ 4 പേരും പരസ്പരം പേരുകളൊക്കെ പറഞ്ഞ് പരിചയപ്പെടും. റീനു സച്ചിനോട് മുന്നേ കാറിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കും. സച്ചിൻ പറയും, അത് വരുന്ന വഴി ഒരാൾ കാറിന് വട്ടം ചാടി, അപ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായിട്ട് ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി, അപ്പോൾ പറ്റിയതാണെന്ന്. എന്നിട്ട് അവർ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചു കളി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശനോട് സംസാരിച്ചിരിക്കുകയായിരുന്ന ആദി അത് കാണും. ആദിക്ക് അതൊട്ടും സഹിക്കില്ല. അയാൾ അവർക്കടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പക്ഷെ മുത്തശ്ശൻ ആദ്യം മറ്റെവിടേക്കും പോകാൻ സമ്മതിക്കില്ല. ഗേറ്റ് കോച്ചിങ് കൊണ്ട് സച്ചിന് വലിയ ഗുണമൊന്നുമില്ലാത്തതുകൊണ്ട് അവൻ തിരികെ ചെന്നൈയിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. ആ കാര്യമൊക്കെ അമൽ റീനുവിനോട് പറയും. അപ്പോൾ അതെന്താണെന്ന് റീനു ചോദിക്കും. അപ്പോൾ സച്ചിൻ പറയും,
എൻ്റെ പരിചയക്കാരൊക്കെ ചെന്നൈയിലാണ്, പിന്നെ ഇവിടെ നിൽക്കാൻ തനിക്ക് പ്രത്യേകിച്ചൊരു റീസണും ഇല്ല എന്ന്. അത് കേട്ടിട്ട് റീനു പറയും, അത് ശരിയാ, അങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ഒന്നും ഇല്ലെങ്കിൽ തിരികെ പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന്. അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് റീനുവും കാർത്തികയും അവരുടെ ബൈ ഒക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോകും. അങ്ങനെ അമലും സച്ചിനും അവിടെ ഓരോന്ന് പറഞ്ഞ് തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ആദ്യം അവിടേക്ക് ഓടിപ്പിടിച്ച് വരുന്നത്. ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ അവർ ഞെട്ടിപ്പോകും. റീനു ഒക്കെ സച്ചിൻ്റെ അടുത്തുനിന്ന് പോയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴാണ് ആദ്യക്ക് സമാധാനമാകുന്നത്. അത് കഴിഞ്ഞ് സീൻ കട്ടായിട്ട് നെക്സ്റ്റ് ഡേ വെഡിങ് ആണ് കാണിക്കുന്നത്. വെഡിങ് ഒക്കെ നല്ലതുപോലെ നടക്കും. ആദ്യം റീനു ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ആദ്യം റീനുവിനെ നല്ലതുപോലെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം ദൂരെ നിന്ന് സച്ചിൻ കാണും. അവന് അതൊന്നും ഒട്ടും സഹിക്കില്ല. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അമലും സച്ചിനും കൂടി തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. റീനുവിനെ കണ്ട് അവസാനമായി ഒന്ന് ബൈ പോലും പറയാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലിരിക്കുകയാണ് സച്ചിൻ. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴാണ് കാർത്തിക വന്ന് അവരോട് ഞങ്ങളും കൂടി ഹൈദരാബാദിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നത്. അത് കേൾക്കാൻ നിൽക്കേണ്ട താമസം സച്ചിൻ അതിനെന്താ വന്നോളൂ എന്ന് മറുപടി പറയും. അങ്ങനെ റീനുവും കാർത്തികയും കൂടി ആദ്യയോടെ ഈ കാര്യം പറയാൻ പോവുകയാണ്. റീനുവിന്റെ ടീം ഒരുപാട് വൈകിയേ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവുകയുള്ളൂ. ആദ്യമാണെങ്കിൽ ഹൈദരാബാദിലേക്ക് വരാതെ ഒരു അത്യാവശ്യത്തിന് വിശാഖപട്ടണം പോവുകയാണ്. അവർ രണ്ടുപേരും ഒരുപാട് ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ടാണ് സച്ചിനും അമലിനുമൊപ്പം പോകാമെന്ന് അവർ തീരുമാനിച്ചത്. പക്ഷേ എത്ര പറഞ്ഞിട്ടും ആദ്യ റീനുവിനെയും കാർത്തികയും അവർക്കൊപ്പം പോകാൻ സമ്മതിക്കില്ല. അവരുടെ പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. ആദ്യം അവരോട് സച്ചിനൊപ്പം പോകണ്ട എന്ന് പറഞ്ഞ് നല്ലതുപോലെ ചൂടാകും. എന്നിട്ട് റീനുവൊക്കെ ഒരുപാട് കെഞ്ചി ചോദിച്ചു കഴിയുമ്പോഴാണ് അവർക്കൊപ്പം പോകാൻ സമ്മതിക്കുന്നത്. പക്ഷെ ആദ്യക്ക് സച്ചിനെയും അമലിനെയും ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ട് റീനുവിൻ്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടി സച്ചിനെയും അമലിനെയും എന്തോ കള്ളന്മാരെ പോലെ അവരുടെ ഫോട്ടോ ഒക്കെ വിത്ത് ID കാർഡ് എടുത്തു വെച്ചിട്ടാണ് ആദി റീനുവിനെയും കാർത്തികയും അവർക്കൊപ്പം പറഞ്ഞു വിടുന്നത്. ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യണം, ഓരോ മണിക്കൂറിലും ടെക്സ്റ്റ് മെസ്സേജസ് അയക്കണം എന്നൊക്കെ റീനുവിനോട് പറഞ്ഞിട്ടാണ് ആദ്യം അവരെ യാത്ര അയക്കുന്നത്. അങ്ങനെ അവർ 4 പേരും കൂടി നട്ടുച്ചയ്ക്ക് ഹൈദരാബാദിലേക്ക് പുറപ്പെടും. ഭയങ്കര വെയിലായതുകൊണ്ട് കാറിന് റൂഫ് ഇടുമോ എന്ന് റീനു ചോദിക്കുമ്പോഴാണ് അത് ജാമാണ് അമൽ പറയുന്നത്. ബസ്സിൽ കഷ്ടപ്പെട്ട് വരേണ്ട എന്ന് കരുതിയാണ് കാർ എടുത്തുകൊണ്ട് അമൽ വന്നത്. പക്ഷെ അതിന്റെ റൂഫ് വർക്കിംഗ് അല്ല. അങ്ങനെ അവർക്ക് വെയിൽ കൊണ്ട് പോകേണ്ടി വരും. അങ്ങനെ അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് രാത്രിയാകുമ്പോൾ ഹൈദരാബാദിലേക്ക് തിരിച്ചെത്തും. റീനുവിനെയും കാർത്തികയും അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇറക്കിയിട്ട് ബൈ പറഞ്ഞ് അമലും സച്ചിനും പോകും. അവരെ റീനുവിനും കാർത്തികയ്ക്കും നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സച്ചിനെയും അമലിനെയുമാണ് കാണിക്കുന്നത്. സച്ചിന് റീനുവിനെ നല്ലതുപോലെ മിസ് ചെയ്യുകയാണ്. ആ കാര്യം അമലിനോട് പറയുമ്പോൾ അമൽ പറയും റീനു ആദ്യമായിട്ട് റിലേഷനിലാണോ എന്ന് ഒരു സംശയമുണ്ട് എന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിൻ പറയും ഞാൻ ചെന്നൈയിലേക്കൊന്നും പോകുന്നില്ല, എന്തായാലും രണ്ടിലൊന്നും അറിയണം. റീനു പറഞ്ഞത് നീ ശ്രദ്ധിച്ചായിരുന്നോ? ഒരു റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം എന്നല്ലേ അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് എന്നെല്ലാം പറഞ്ഞ് അവൻ ഹൈദരാബാദിൽ തന്നെ നിൽക്കുകയാണ്. സച്ചിൻ ഗേറ്റ് കോച്ചിങ് നിർത്തിയിട്ട് അമൽ ഡേവിസിന്റെ കസിൻ തോമസിന്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പുണ്ട്. അവിടെ അമൽ ഡേവിസിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ഒരു തരത്തിൽ ജോലി ഒപ്പിക്കും. എന്നിട്ട് റീനു ഒക്കെ അവരുടെ അടുത്ത് റീസണബിൾ പ്രൈസിൽ PG ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് മാറാമെന്നാണ് സച്ചിൻ്റെ പ്ലാൻ. ആ പേരും പറഞ്ഞ് റീനുവിന് മെസ്സേജും അയക്കാമല്ലോ എന്നാണ് സച്ചിൻ വിചാരിക്കുന്നത്. അത് അമൽ ഡേവിസിനെയും ഒരു തരത്തിൽ സോപ്പിട്ട് പറഞ്ഞ് സമ്മതിപ്പിക്കും. സച്ചിൻ ഭയങ്കര ത്രില്ലിലാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. സച്ചിൻ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഷോപ്പിൽ ജോലിക്ക് കയറും. TFC എന്നാണ് ഷോപ്പിന്റെ പേര്. തോമസ് ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഫുൾ ഫോം. ആ കസിൻ തോമസിന്റെ കഥാപാത്രത്തെ മാത്യു ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് സച്ചിൻ അമലിനെ കൊണ്ട് കാർത്തികയ്ക്ക് PGയുടെ കാര്യം ചോദിച്ച് മെസ്സേജ് അയക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ റീനുവും കാർത്തികയും വിചാരിക്കും അമൽ ഡേവിസിന് കാർത്തികയോട് എന്തോ ക്രഷാണെന്ന്. കാർത്തികയുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് കാർത്തിക PG ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. ആ സീൻ കട്ടായിട്ട് റീനുവിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. ആദ്യം എല്ലാവരോടും പറയും വളരെ കാലമായിട്ട് ഞാൻ ഈ കമ്പനിയിലെ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ സുബിൻ ആദ്യം കേൾക്കാതെ അതിന് മറുപടിയായിട്ട് പറയും അതിന് നീ ഇവിടെ നിന്ന് ഒന്ന് പോയി തന്നാൽ മാത്രം മതിയെന്ന്. എന്നിട്ട് ആദ്യം താൻ പെൺകുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. അത് പെപ്പർ സ്പ്രേ ആയിരുന്നു. അത് റീനു ഉൾപ്പെടെ എല്ലാ പെൺകുട്ടികൾക്കും ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് സച്ചിനും അമൽ ഡേവിസും കൂടി റീനുവൊക്കെ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു PGയിലേക്ക് മാറും. ആ വിവരം സച്ചിൻ അമൽ ഡേവിസിനെ കൊണ്ട് കാർത്തികയെ വിളിച്ചു പറയും. റീനുവും ഇത് കേൾക്കുന്നുണ്ട്. സച്ചിൻ്റെയും റീനുവിൻ്റെയും ടെറസിൽ നിന്നാൽ അവർക്ക് പരസ്പരം കാണാൻ സാധിക്കും. അവരങ്ങനെ ടെറസിന്റെ മുകളിൽ വെച്ച് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിൻ PG കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്തതിൽ താങ്ക്സ് എന്നുള്ള രീതിയിൽ ഒരു ട്രീറ്റായി ചായ കുടിക്കാൻ അവരെ പുറത്ത് ഒരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ പോക്കിന്റെ യഥാർത്ഥ ഉദ്ദേശം പക്ഷെ മറ്റൊന്നായിരുന്നു. അമൽ പറയും ഞാൻ പഠിച്ചും ഇവൻ ജോലി ചെയ്തും ഒരുപാട് ടയേർഡാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ആകാൻ പബ്ബിൽ പോകാമെന്ന് ഓർത്തു. അവിടെയാണെങ്കിൽ കപ്പിൾ എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഗേ കപ്പിളായിട്ട് വരെ പോകാൻ നോക്കി. പക്ഷെ അവന്മാർ അതെല്ലാം പൊക്കി. അതുകൊണ്ട് നിങ്ങൾ ഈ സൺഡേ ഫ്രീ ആണെങ്കിൽ പബ്ബിൽ ഞങ്ങൾക്കൊപ്പം ഒരു കപ്പിളിനെ പോലെ അഭിനയിച്ചു പോകാൻ വരുമോ എന്ന് സച്ചിനും അമലും കൂടി ചോദിക്കും. ഫുൾ ക്യാഷും തങ്ങൾ എടുത്തോളാം എന്ന് സച്ചിൻ പറയും. ഞങ്ങൾ ഫ്രീ ആണ് ഈ സൺഡേ, അതുകൊണ്ട് വരാമെന്ന് റീനുവും കാർത്തികയും പറയും. അത് കേൾക്കുമ്പോൾ സച്ചിന് സന്തോഷമാകും. എന്ത് കാര്യത്തിന് നീ ക്യാഷ് ഫുൾ എടുത്തോളാം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ച് അമൽ സച്ചിനോട് ചൂടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേ ആണ് കാണിക്കുന്നത്.
റീനുവും കാർത്തികയും പബ്ബിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ താൻ കമ്മിറ്റഡ് ആണെന്ന് അമലിനോട് എന്തായാലും പറയുമെന്ന് കാർത്തിക തീരുമാനിക്കും. അമലിന് കാർത്തിക ഇഷ്ടമായതുകൊണ്ടാണ് അവരിങ്ങനെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്നാണ് റീനുവും കാർത്തികയും വിചാരിച്ചിരിക്കുന്നത്. അവരിങ്ങനെ ഡ്രസ് ചെയ്യുമ്പോൾ വാണ്ടർലസ്റ്റ് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സച്ചിനെ കാർത്തിക കോൾ ചെയ്യുകയാണ്. തങ്ങളുടെ റൂംമേറ്റ് നിഹാരികയും കൂടി ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് അവൾ പറയും. അപ്പോൾ ഇനി ഓരോ ആളെ കൂടി വാണ്ടർലസ്റ്റ് നിഹാരികയ്ക്ക് പേരായിട്ട് കണ്ടുപിടിക്കണം. അതും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അമൽ ഡേവിസ് പറയും ഒരാളുണ്ട് മേരി ആൻറ്റിയുടെ മകൻ തോമസ് എന്ന്. പക്ഷേ അവൻ പബ്ബിലേക്കാണെന്ന് പറഞ്ഞാലൊന്നും വരില്ല. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പബ്ബ് പോയിട്ട് പബ്ജി എന്താണെന്ന് പോലും അവൻ അറിയില്ല എന്നാ എനിക്ക് തോന്നുന്നേ. അവനെ വല്ല മാത്സ് ഒളിമ്പ്യാഡ് എന്നോ സയൻസ് എക്സിബിഷൻ എന്നോ പറഞ്ഞ് വിളിക്കാമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ എല്ലാവരും പറഞ്ഞ സമയത്തിന് തന്നെ പബ്ബിന് മുന്നിലെത്തി. പക്ഷെ തോമസ് ഇതുവരെ എത്തിയിട്ടില്ല. അവനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. കുറച്ചു നേരം കഴിഞ്ഞ് തോമസ് വന്നു. അവൻ ഷർട്ടിന്റെ ഏറ്റവും ടോപ്പിലെ ബട്ടൺ വരെ ഇട്ടിട്ട് ഇൻസർട്ടൊക്കെ ചെയ്തിട്ടാണ് പബ്ബിലേക്ക് വന്നിരിക്കുന്നത്. വന്നതേ അവൻ ചോദിക്കും ഇവിടെയാണ് ഒളിമ്പ്യാഡ് നടക്കുന്നത്, എന്താ നൈറ്റ് നടക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അത് അമേരിക്കൻ ടൈമിംഗ് കാരണമാ എന്നൊക്കെ പറഞ്ഞ് അവർ അവനെ വിളിച്ചു കൊണ്ടുപോകും. അവരെല്ലാവരും കൂടി അകത്ത് കയറുമ്പോഴാണ് ഇത് ബാറല്ലേ എന്നൊക്കെ ചോദിച്ച് തോമസ് പ്രശ്നമുണ്ടാക്കുന്നത്. അവർ തോമസിനെ ഒരു വിധത്തിൽ പേടിപ്പിച്ച് അവർക്കൊപ്പം തന്നെ നിർത്തും. വാണ്ടർലസ്റ്റ് ആണെങ്കിൽ അവിടുത്തെ DJക്കൊപ്പം ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അവൾക്ക് അയാളൊക്കെ നേരത്തെ തന്നെ പരിചയമുണ്ട്. വാണ്ടർലസ്റ്റ് ഭയങ്കര ഓവറാണ്. സച്ചിനാണെങ്കിൽ ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് ഒക്കെ ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കും. എന്നിട്ട് റീനുവിനോട് കാര്യം പറയാൻ ഒരു ചാൻസ് കിട്ടാത്തത് കൊണ്ട് കാർത്തികയോട് ആദ്യമൊന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെയും കൂടി ഹെൽപ്പ് വാങ്ങാമെന്ന് അവർ വിചാരിക്കും. അങ്ങനെ കാർത്തികേയനെ ഒറ്റയ്ക്ക് സച്ചിനും അമലും വിളിക്കും. അപ്പോൾ റീനുവും കാർത്തികയും വിചാരിക്കുന്നത് അമൽ കാർത്തികയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്നാണ്. അമൽ കാർത്തികയോട് സച്ചിന് റീനുവിനെ ഇഷ്ടമാണെന്നും അത് റീനുവിനോട് പറയാൻ ഹെൽപ്പ് ചെയ്യണമെന്നും പറയും. കാർത്തിക ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. കാർത്തിക പറയും 30 വയസ്സ് വരെയുള്ള അവളുടെ ലൈഫിലെ കാര്യങ്ങൾ റീനു ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് നാളെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പോലും ഒരു ബോധമില്ലല്ലോ എന്ന്. സച്ചിൻ ഇതെല്ലാം കേട്ടിട്ട് ആകെപ്പാടെ ഡെസ്പായി പോകും. കൂടാതെ കാർത്തിക പറയും ആദ്യം റീനുവും കപ്പിളാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ആദ്യം നല്ലൊരു ആളാണെന്ന്. അതുകൂടി കേട്ട് കഴിയുമ്പോൾ സച്ചിന് എന്തോ പോലെയാകും. റീനുവിനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് സച്ചിൻ കാർത്തികയോട് പറയും. റീനുവിനെ പ്രപ്പോസ് ചെയ്യേണ്ട എന്ന് അവൻ തീരുമാനിക്കും. സച്ചിൻ ആകെപ്പാടെ തകർന്നു പോയിരിക്കുകയാണ്. അമലാണെങ്കിൽ പബ്ബിൽ കാണാതെ പോയ തോമസിനെ തപ്പി നടക്കുകയാണ്. സച്ചിൻ അവിടെ ഉണ്ടായിരുന്ന മദ്യമെല്ലാം എടുത്ത് കുടിക്കും. തോമസിനെ തപ്പിപ്പോയ അമൽ കാണുന്നത് തോമസ് വാണ്ടർലസ്റ്റ് കൊടുത്ത ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിച്ചിട്ട് പബ്ബിൽ കിടന്ന് കുറേ ആൾക്കാരുടെ ഒപ്പം ഒരു ബോധവുമില്ലാതെ ഡാൻസ് കളിക്കുന്നതാണ്. ഈ സ്വർഗം ഇവിടെ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം എന്തേ എന്നോട് ഇതുവരെ പറയാതിരുന്നതെന്ന് തോമസ് അമലിനോട് ചോദിച്ചാണ് ഡാൻസ് കളിക്കുന്നത്. അമലാകട്ടെ അവനെ ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ കോളറിൽ പിടിച്ച് സച്ചിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ടുവരും. സച്ചിനാകട്ടെ ബോധമെല്ലാം പോയിട്ട് കാർത്തിക പറഞ്ഞ കാര്യവും അഞ്ജലി പണ്ട് പറഞ്ഞ കാര്യവും എല്ലാം ഓർത്തിട്ട് ഒരു കൺട്രോളുമില്ലാതെ അവിടെ കിടന്ന് എല്ലാവരുടെയും കൂടെ വീണ്ടും വീണ്ടും മദ്യപിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഡാൻസ് കളിച്ച് അവൻ അവിടെ തന്നെ ബോധം കെട്ടി വീഴും. അമൽ വന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന സച്ചിനെയാണ് കാണുന്നത്. ആ സീൻ അങ്ങനെ കട്ടായിട്ട് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അമൽ രാവിലെ സച്ചിനോട് ചോദിക്കും എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനമായില്ല, ഇനി നേരെ ചെന്നൈയിലേക്ക് വിട്ടോ എന്ന്. അപ്പോൾ സച്ചിൻ പറയും റീനു എന്നോട് ഇഷ്ടമല്ല എന്ന് പറയട്ടെ, അപ്പോഴേ ഞാൻ പോവുകയുള്ളൂ എന്ന്. അമൽ ഇത് കേട്ടിട്ട് പറയും അത് ശരിയാ, ആദ്യം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്ക്, എന്നിട്ട് ഇഷ്ടം പറഞ്ഞാൽ മതിയെന്ന്. ആദ്യം എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിലും അവർക്കൊരു വ്യക്തതയില്ല. കാരണം അത്രയും വലിയ സെറ്റപ്പിലുള്ള ആളാണ് ആദി. അപ്പോൾ സച്ചിൻ വിഷമത്തോടെ പറയും ബീന ടീച്ചറിൻ്റെ മോൻ എല്ലാം പഠിച്ചു പെണ്ണുങ്ങളെ വളയ്ക്കാൻ ഒഴിച്ചെന്ന്. ഇത് പറഞ്ഞ് സച്ചിൻ വിഷമിച്ചിരിക്കുകയാണ്. അടുത്തത് റീനുവിനെയാണ് കാണിക്കുന്നത്. റീനു അവളുടെ പ്രൊബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കമ്പനിയിലെ ഒരു ഫുൾ ടൈം എംപ്ലോയി ആയിട്ടുണ്ട്. ആദ്യം ബാക്കി കൊളീഗ്സും അതിന് ട്രീറ്റ് ചോദിക്കും. ട്രീറ്റിന് വേണ്ടിയുള്ള ബർഗർ സച്ചിനെ വിളിച്ചിട്ട് അവൻ വർക്ക് ചെയ്യുന്ന TFCയിൽ നിന്ന് വാങ്ങാമെന്ന് റീനു തീരുമാനിക്കും. റീനു സച്ചിനെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യും. പക്ഷേ റീനുവിൻ്റെ ഓഫീസുള്ള സ്ഥലത്തേക്ക് ഡെലിവറി ഇല്ലായിരുന്നു. എങ്കിലും റീനുവിനെ ആണല്ലോ എന്ന് വിചാരിച്ച് അവൻ ഓർഡർ എടുത്തിട്ട് അത്രയും ദൂരെ റീനുവിൻ്റെ ഓഫീസിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. ഫുഡ് കൊണ്ടുവന്നതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് സച്ചിൻ്റെ മുഖമെല്ലാം വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് റീനു ചോദിക്കും. സച്ചിൻ പറയും വെയിലൊക്കെ കൊണ്ടുവന്നതല്ലേ അതായിരിക്കുമെന്ന്. റീനു അപ്പോൾ പറയും ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്, അവിടുത്തെ HR എൻ്റെ ഫ്രണ്ടാണ്, നീ എന്തായാലും റെസ്യൂമേ എനിക്ക് അയച്ചിട്ടേക്ക്, ഞാൻ നിന്നെ അവിടെ റെക്കമെൻഡ് ചെയ്തോളാം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ എന്ന്. എന്നിട്ട് ഫുഡിൻ്റെ പൈസയും ടിപ്പും കൂടി റീനു സച്ചിന് പേ ചെയ്യും. സച്ചിൻ ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയെടുക്കുന്നത് കണ്ടിട്ട് റീനുവിന് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഈ സമയം ഫുഡ് എന്താ ലേറ്റ് ആകുന്നത് എന്ന് ചോദിച്ച് ആദ്യം വിളിക്കും. ആ കോള് കട്ടാകുമ്പോൾ സച്ചിൻ റീനുവിനോട് ചോദിക്കും റീനുവും ആദ്യം തമ്മിൽ റിലേഷനിലാണല്ലേ എന്ന്. അതിന് മറുപടിയായിട്ട് ചിരിച്ചുകൊണ്ട് റീനു ചോദിക്കും കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്ന്. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണെന്ന് സച്ചിൻ അപ്പോൾ പറയും. അത് കേട്ട് റീനു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എല്ലാവരും ബർഗർ കഴിക്കും. ബർഗർ എല്ലാവർക്കും ഇഷ്ടമായി. ആദ്യമാണ് ആ ബർഗറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പൊക്കി പറയുന്നത്. പിന്നീടാണ് അത് സച്ചിൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്ന് ആദ്യം അറിഞ്ഞത്. അതറിഞ്ഞ ഉടനെ ആദ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ആദ്യ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആ സച്ചിനുമായിട്ട് നീ ഇപ്പോഴും കോണ്ടാക്ട്
ചെയ്യുന്നുണ്ടോ എന്ന് റീനുവിനോട് നൈസായിട്ട് ചോദിക്കും. എന്നിട്ട് ആ ബർഗർ കഴിച്ചിട്ട് എംപ്ലോയീസിന് വയറുവേദനയും തനിക്ക് തലവേദനയും ഒക്കെ എടുക്കുകയാണെന്ന് പറയും. റീനു ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ അടുത്ത് വഴക്കിന് വരല്ലേ ആദി, സച്ചിനോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് അവിടെ നിന്നും പോകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. സച്ചിൻ തൻ്റെ ഒരു ഫ്രണ്ടിനൊപ്പം തമിഴ്നാട്ടിൽ താൻ പഠിച്ച കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് അവൻ റീനുവിനെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോഴാണ് അവൾ നാട്ടിലേക്ക് പോവുകയാണെന്ന് അറിയുന്നത്. സച്ചിൻ ഉടനെ തന്നെ റീനുവിനെ വിളിച്ചിട്ട് നാട്ടിൽ പോവുകയാണോ എന്ന് ചോദിക്കും. അതേ എന്ന് പറഞ്ഞിട്ട് അവൾ പറയും, നീ അന്ന് കൊണ്ടുവന്ന ആ ബർഗർ കഴിച്ചിട്ട് എൻ്റെ വയറ് ചീത്തയായി എന്ന്. ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല എന്ന് അവൾ പറയും. സച്ചിൻ റീനു ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കും. സേലം എത്താറായെന്ന് അവൾ പറയും. സച്ചിൻ പറയും, ഞാനും ഇപ്പോൾ സേലമുണ്ടെന്ന്. എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് സച്ചിൻ തൻ്റെ ഒപ്പമുള്ള ഫ്രണ്ടിനോട് തൻ്റെ ഗേൾഫ്രണ്ടാണ് വിളിച്ചത്, അവൾ എന്നോട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് അവളുടെ വയറ്റിൽ പിടിച്ചില്ല. നിനക്ക് ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ എവിടെയോ ഉള്ള ഒരു പാർട്ടിയുടെ പച്ചമരുന്ന് കഴിച്ച് കുറഞ്ഞില്ലായിരുന്നോ, അവിടെ വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ടിനെയും കൂട്ടി ഏതോ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആ പാർട്ടിയുടെ അടുത്ത് പോയി വയറിളക്കത്തിനുള്ള പച്ചമരുന്ന് മേടിക്കും. റീനു തൻ്റെ ഗേൾഫ്രണ്ടാണെന്നുള്ള രീതിയിൽ ഷോ കാണിക്കാൻ വേണ്ടി സച്ചിൻ ഫ്രണ്ടിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിൻ താനൊരു പച്ചമരുന്ന് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെന്ന് റീനുവിനെ വിളിച്ചു പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് റീനു പറയുമെങ്കിലും സച്ചിൻ കഷ്ടപ്പെട്ട് ഏതൊക്കെയോ വണ്ടിയിൽ കയറി ഒരു തരത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് റീനുവിന് ആ മരുന്ന് എത്തിച്ചു കൊടുക്കും. ട്രെയിൻ അപ്പോഴേക്കും പോകാൻ തുടങ്ങിയിരുന്നു. റീനു അതിൽ കയറി ബൈ ഒക്കെ പറഞ്ഞിട്ട് വിളിക്കാമെന്നെല്ലാം പറഞ്ഞ് ട്രെയിനിൽ കയറി പോകാൻ തുടങ്ങും. റീനു പോകുന്നത് അവൻ വിഷമത്തോടെ നോക്കി നിൽക്കും. അവൾക്കൊപ്പം പോകണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് റീനു സീറ്റിൽ വന്നിരുന്നിട്ട് അവൻ തന്ന ആ മരുന്നിങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സച്ചിനെ വിളിക്കും. അവൻ റീനുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന വഴി വീണപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പോയായിരുന്നു. കോൾ ചെയ്യുമ്പോഴാണ് സച്ചിൻ പറയുന്നത് താനും ട്രെയിനിൻ്റെ ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയെന്ന്. റീനു അപ്പോൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് പറയും, നീ എന്തായാലും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് വാ, നമുക്ക് TTയോട് പറഞ്ഞു നോക്കാമെന്ന്. അങ്ങനെ സച്ചിൻ അടുത്ത സ്റ്റേഷനിൽ റീനുവിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറും. റീനുവിന് സച്ചിൻ തനിക്ക് വേണ്ടി എന്തിനാണ് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്ന് സംശയമുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ബർഗർ കഴിച്ചിട്ടല്ലേ വയറ് ചീത്തയായത്, അതുകൊണ്ടാണ് എന്നും ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് എൻ്റെ വിസയ്ക്ക് റീഅപ്ലൈ ചെയ്യേണ്ട ടൈമായി, അതുകൊണ്ടാണ് എന്നൊക്കെ കള്ളം പറയും. എന്നിട്ട് സച്ചിൻ അവളെ കൊണ്ട് ആ മരുന്ന് കഴിപ്പിക്കും. അത് കഴിച്ച ഉടനെ തന്നെ റീനുവിൻ്റെ ബോധം പോകുന്നത് പോലെ അവൾ അഭിനയിക്കും. അത് കണ്ട് അവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ സമയം ആദ്യ റീനുവിനെ വീഡിയോ കോൾ ചെയ്യുകയാണ്. ആദ്യ റീനു സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കും. റീനുവിന് അയാൾ കോൾ ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ റീനുവിൻ്റെ ഒപ്പം സച്ചിനുമുണ്ടെന്ന് ആദ്യക്ക് മനസ്സിലാകും. അത് കണ്ടിട്ട് ആദ്യ പറയും, ആ ട്രെയിനിലെ ചങ്ങല വലിച്ചിട്ട് റീനു വല്ല കാട്ടിലേക്ക് മൂടി രക്ഷപ്പെട്ടോ അവൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല എന്ന്. ആദ്യം അങ്ങനെ ഹൈപ്പർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നെറ്റ്വർക്ക് കട്ടായിട്ട് കോൾ കട്ടാകും. ഇത് കണ്ടിട്ട് സച്ചിൻ ചോദിക്കും, ഇയാൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പ് ആയാൽ അതിലൊരു സ്പേസ് ഒക്കെ വേണ്ടേന്ന്. അപ്പോൾ റീനു ആശ്ചര്യത്തോട് ചോദിക്കും, റിലേഷൻഷിപ്പോ, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് ആരാ പറഞ്ഞത് എന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിന് ഒരാശ്വാസമാകും. അവർ തമ്മിൽ റിലേഷനിലല്ല എന്ന് സച്ചിന് ഉറപ്പാകും. അങ്ങനെ അവർ ഫാമിലിയെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. റീനുവിൻ്റെ ഫാമിലി സച്ചിൻ്റെതിനേക്കാളും കുറച്ചുകൂടെ ചില്ലായിട്ടുള്ള ഫാമിലിയാണ്. മരുന്നിൻ്റെ എഫക്റ്റ് കാരണം റീനുവിന് ഉറക്കം വന്നിട്ട് അവൾ ഉറങ്ങാൻ കിടക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ഉറക്കമാകും. റീനു അങ്ങനെ ഉറക്കമായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സച്ചിൻ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയും. നിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ട്രെയിനിൽ കയറിയത്, ഫസ്റ്റ് കണ്ട അന്നു തന്നെ നിന്നെ ഇഷ്ടമായി എന്നൊക്കെ അവൻ പറയും. സച്ചിനെ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടില്ല. അവരങ്ങനെ ആലുവയിലെത്തും. റീനുവിൻ്റെ അസുഖവും മാറിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ബൈയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങും. റീനു അപ്പോൾ അടുത്ത ദിവസം തൻ്റെ പിറന്നാളാണ്, എന്തായാലും അമലും നീയും കൂടി ഹൈദരാബാദിലെ ഫ്ലാറ്റിലേക്ക് വരണം, ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് ഒരു പാർട്ടി ഉണ്ടെന്ന് പറയും. സച്ചിൻ അതിന് വരാമെന്ന് പറയുകയും ചെയ്യും. അമലിന് വരാൻ പറ്റില്ലെങ്കിലും നീ ഉറപ്പായിട്ടും വരണമെന്നാണ് റീനു പറഞ്ഞത്. റീനു പറഞ്ഞതൊക്കെ കേട്ടിട്ട് സച്ചിന് വലിയ സന്തോഷമാകും. അത് കഴിഞ്ഞ് തങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും പരസ്പരം മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. നല്ല കമ്പനിയാകും അവരങ്ങനെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ തിരിച്ചെത്തി അമലും സച്ചിനും കൂടി റീനുവിൻ്റെ ബർത്ത്ഡേക്ക് അവളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലും. സച്ചിൻ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനിടയിൽ റീനു തൻ്റെ പഴയ ഫോൺ സച്ചിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. റീനുവിൻ്റെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടെ കാർത്തികയും റീനുവിൻ്റെ പേരൻസും ഉണ്ടായിരുന്നു. സച്ചിനെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അവിടെ മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു, ആദി റീനുവിൻ്റെ പേരൻസിനെ കയ്യിലെടുക്കാൻ അവർക്ക് ഫുഡൊക്കെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദി സച്ചിനെ കണ്ടിട്ടും സച്ചിൻ ആദിയെ കണ്ടിട്ടും പേടിച്ചു പോകുന്നുണ്ട്. ആദി സച്ചിനെ ട്രോളാൻ തുടങ്ങും. അപ്പോൾ റീനു സച്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സച്ചിൻ റീനുവിന് ക്യൂട്ടായിട്ടുള്ള ഒരു റാബിറ്റിൻ്റെ ലാമ്പാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അത് റീനുവിന് ഒരുപാട് ഇഷ്ടമാകും. എന്നിട്ട് ആദ്യം സച്ചിനും കൂടി ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാൻ തുടങ്ങും. റീനുവിൻ്റെ മുന്നിൽ ആളാകാനാണ് ആദ്യം നോക്കുന്നത്. സച്ചിനും ആളാകാൻ നോക്കുന്നുണ്ട്. പക്ഷെ നൈസായിട്ട് പാളിപ്പോകും. അമലാണ് ഇതിനെല്ലാം അവനെ എരിവ് കയറ്റി വിടുന്നത്. ആദ്യം റീനുവിൻ്റെ പേരൻസിനെ ഇംപ്രസ് ചെയ്യാൻ മാക്സിമം നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി സച്ചിനെ കളിയാക്കാനും ആദ്യം മറക്കുന്നില്ല. അങ്ങനെ അവർ ഫുഡ് കഴിക്കുകയാണ്.
അപ്പോൾ ഓഫീസിൽ നിന്നും ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഹൈദരാബാദ് മുഴുവൻ കറങ്ങാൻ പോകുന്നുണ്ട്. റീനുവിൻ്റെ അച്ഛനും അമ്മയും വരണമെന്ന് കാർത്തിക പറയും. റീനു അവരോട് വരാൻ പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. കാർത്തിക തൻ്റെ വുഡ് ബി വികാസിനെയും വിളിക്കട്ടെ എന്ന് ചോദിക്കും. വണ്ടിയിൽ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, എന്തായാലും വികാസിനെ വിളിക്കണമെന്ന് ആദി പറയും. അപ്പോൾ റീനു പറയും, എന്നാൽ അമലും സച്ചിനും കൂടി നമുക്കൊപ്പം വരട്ടെ എന്ന്. അത് കേൾക്കുമ്പോൾ ആദി ഷോക്കായി പോകും. ആദി അവരെ കൊണ്ടുപോകാതിരിക്കാൻ വണ്ടിയിൽ ഇനി സ്ഥലമുണ്ടോ ആവോ എന്ന് പറയും. അതൊക്കെ ഉണ്ടെന്നല്ലേ ആദി പറഞ്ഞത് എന്ന് പറഞ്ഞ് റീനു അവരും ട്രിപ്പിന് കൂട്ടും. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ആദ്യം കാർത്തികയും കൂടി പോകാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് റീനുവിന് ആദ്യ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ആദ്യം അവൾക്കൊരു 10 രൂപയാണ് കൊടുക്കുന്നത്. ആദ്യം 10 രൂപ ടിപ്പായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് സച്ചിനും അമലും കൂടി അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. റീനു ആദ്യം ഒന്ന് ഷോക്കായി പോകും. പക്ഷേ ആ 10 രൂപ നോട്ടിൻ്റെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് റീനുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു നോട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ എഫേർട്ട് ഇടേണ്ട കാര്യമായിരുന്നു. റീനു അത് കണ്ട് ഒരുപാട് വണ്ടറാകും. അവൾ ആ ഗിഫ്റ്റിൽ ഒരുപാട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ആദ്യം അങ്ങനെ റീനുവിൻ്റെ മുന്നിൽ ആളായി. സച്ചിന് താൻ തോറ്റതുപോലെയും ആദ്യം ജയിച്ചതുപോലെയും തോന്നും. ഇതൊരുപാട് സ്പെഷ്യലാണ്, താങ്ക് യു എന്ന് പറഞ്ഞ് റീനു ആദിക്കൊരു ഹഗ് കൊടുക്കും. അതുകൂടിയാകുമ്പോൾ സച്ചിൻ്റെ തോൽവി പൂർണ്ണമായതുപോലെ തോന്നും. അത് കഴിഞ്ഞ് ആദ്യം കാർത്തികയും കൂടി തിരികെ പോവുകയാണ്. എന്തായാലും ഇനി നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ എല്ലാം റെഡിയാക്കാമെന്ന് സച്ചിൻ അമലിനോട് പറയും. അങ്ങനെ ട്രിപ്പിന് പോകുന്ന ദിവസമാണ് കാണിക്കുന്നത്. ട്രിപ്പ് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. റീനുവിൻ്റെ മുന്നിൽ ആളാകാൻ സച്ചിനും ആദിയും തമ്മിൽ ഒരു മത്സരം തന്നെ നടക്കും. ആദ്യം എല്ലായിടത്തും കുറച്ച് ഓവറാണ്. ബോട്ടിങ്ങിന് പോകുമ്പോൾ സച്ചിനും അമലിനും മാത്രം അയാൾ സേഫ്റ്റി ജാക്കറ്റ് ഒന്നും കൊടുക്കില്ല. പക്ഷെ റീനു അതെല്ലാം റെഡിയാക്കി കൊടുക്കും. സച്ചിന് റീനുവിൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ അമലും ആദിയെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. ആ ട്രിപ്പ് കഴിഞ്ഞും റീനുവും സച്ചിനും അമലും കാർത്തികയും കൂടി ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം റീനു സച്ചിനെയും അമലിനെയും ഫ്ലാറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ അവൾ സച്ചിൻ അയച്ച റെസ്യൂമിനെ കുറിച്ച് പറയുകയാണ്. അവൾ പറയും, എന്ത് റെസ്യൂമായിരുന്നടാ, ഒരുമാതിരി റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ടായിരുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിൻ ആകെപ്പാട് ചമ്മിപ്പോകും. റീനു എന്നിട്ട് പറയും, ഒരു കാര്യം ചെയ്യ്, നാളെ നമുക്ക് ഒരുമിച്ച് പോയി CV ശരിയാക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ സച്ചിന് സന്തോഷമാകും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടി CV റെഡിയാക്കാൻ വേണ്ടി പോയതാണ് കാണിക്കുന്നത്. സച്ചിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോഴാണ് സച്ചിൻ തന്നെക്കാളും ഇളയതാണല്ലോ എന്ന് റീനു പറയുന്നത്. റീനു 98-ലും സച്ചിൻ 99-ലും ഉള്ളവരായിരുന്നു. എന്നിട്ട് സച്ചിൻ അവിടെ വെച്ച് നൈസായിട്ട് റീനുവിനെ പ്രപ്പോസ് ചെയ്യും. അവന് പ്രപ്പോസ് ചെയ്തത് റീനു അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കില്ല. സച്ചിൻ അപ്പോൾ പറയും, താൻ സീരിയസ് ആയിട്ടാണ് എല്ലാം തുറന്നു പറഞ്ഞത് എന്ന്. റീനു അപ്പോൾ തന്നെ നടക്കില്ല സച്ചിനെ എന്ന് റിപ്ലൈ കൊടുക്കും. എന്നിട്ട് അവൻ ചോദിക്കും, ആദി ഉള്ളത് കൊണ്ടാണോ എന്ന്. അപ്പോൾ റീനു പറയും, ആദി എൻ്റെ ബെസ്റ്റിയാണ്, നീ വേണ്ടാത്തതൊന്നും പറയരുത് എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് സച്ചിൻ പുച്ഛിച്ചുകൊണ്ട് പറയും, കോഴികൾക്കൊക്കെ ഇപ്പോൾ ഫ്രീക്ക് പേരായല്ലോ എന്ന്. അതിന് റീനു നല്ലതുപോലെ തിരിച്ചു പറയും. അത് കേട്ടിട്ട് ദേഷ്യം വന്ന സച്ചിൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. റീനു അവനെ തടയാനൊക്കെ നോക്കും. പക്ഷെ അവൻ അവളെ മൈൻഡാക്കാതെ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പിണങ്ങും. അത് കഴിഞ്ഞ് റീനു ഫ്ലാറ്റിൽ ചെന്ന് കഴിയുമ്പോഴാണ് കല്യാണം പ്രമാണിച്ച് കാർത്തിക ജോലി റിസൈൻ ചെയ്ത് ബാംഗ്ലൂരിൽ ഭർത്താവിൻ്റെ ഒപ്പം ജോലിക്ക് പോവുകയാണെന്ന് റീനുവിനോട് പറയുന്നത്. റീനു ഇതുകൂടി കേട്ട് കഴിയുമ്പോൾ ആകെപ്പാടെ വിഷമിച്ചു പോകും. അത് കഴിഞ്ഞ് റീനു ജോലിക്ക് പോകുമ്പോൾ ആ കഴിഞ്ഞ ട്രിപ്പ് ആദിക്ക് അത്ര സുഖകരമല്ലാതിരുന്നതുകൊണ്ട് അതിൻ്റെ ഗ്രഡ്ജ് വെച്ച് ആദി റീനുവിനോട് പെരുമാറും. എല്ലാവരുടെയും മുന്നിലിട്ട് ആദി റീനുവിനെ ഒരുപാട് അപമാനിക്കും. അതും റീനുവിന് ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിനെയാണ് കാണിക്കുന്നത്. അവൻ നന്നായിട്ട് ജോലി ചെയ്തതുകൊണ്ട് എംപ്ലോയി ഓഫ് ദ മന്ത് അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ചിക്കൻ്റെ ഷേപ്പിലുള്ള ക്യാപ്പാണ് അവാർഡ്. അത് വെച്ച് വേണം അന്ന് ഒരു ഡേ ഫുൾ സച്ചിൻ പണിയെടുക്കാൻ. ഈ സമയമാണ് റീനു അങ്ങോട്ടേക്ക് സച്ചിനോട് സംസാരിക്കാൻ വരുന്നത്. റീനുവിൻ്റെ കമ്പനിയിൽ നിന്ന് സച്ചിനെ ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ കോൾ എടുത്തില്ല. റീനു വിളിച്ചിട്ടും എടുത്തില്ല. അത് ചോദിക്കാനാണ് റീനു വന്നത്. സച്ചിൻ്റെ തലയിൽ ആ കോഴിയുടെ രൂപത്തിലുള്ള ക്യാപ്പൊക്കെ കണ്ടിട്ട്, നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് പ്രഖ്യാപിച്ചോ, അതൊന്ന് എടുത്ത് മാറ്റുവോ എന്നെല്ലാം അവൾ ചോദിക്കും. അപ്പോൾ തനിക്ക് ആരുടെയും സഹതാപത്തിലുള്ള ജോലിയൊന്നും വേണ്ട എന്നാണ് തൻ്റെ തീരുമാനമെന്ന് സച്ചിൻ പറയും. സച്ചിൻ ഇപ്പോൾ ഫ്രീ അല്ലാത്തതുകൊണ്ട് വൈകിട്ട് 7 മണിക്ക് അവൻ ഫ്രീ ആകുന്നത് വരെ റീനു അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. റീനു ടെൻഷനായിട്ട് പറയും, ഞാൻ നിനക്ക് ഒരു ഹോപ്പ് തരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നിനക്ക് ഞാൻ റാൻഡമായിട്ട് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ നീ വേറെ രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കറങ്ങലും സംസാരവും ഒക്കെ നിർത്താം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്യാമെന്ന്. സച്ചിൻ അപ്പോൾ ഇതെല്ലാം മിണ്ടാതെന്ന് കേട്ടിട്ട് ഫീലായിട്ട് റീനു ഐ ലവ് യു ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ റീനു പറയും, ഇങ്ങനൊന്നും നീ ചെയ്യില്ല, നിന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിന്നെ കൊഞ്ചോണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന്. അപ്പോൾ റീനുവിനോട് സച്ചിൻ ചോദിക്കും, ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നിനക്ക് ഇഷ്ടമല്ലായിരുന്നോ? അതൊക്കെ നീ എൻജോയ് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ എൻജോയ് ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സച്ചിൻ പറയും, നിനക്ക് യഥാർത്ഥത്തിൽ പേടിയാണ്. എൻ്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ എന്നെ നീ പ്രേമിച്ചു പോകുമോ എന്ന ടെൻഷനാണ്. അത് സമ്മതിക്കാനും മടിയല്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ റീനു ഒന്ന് പതറിപ്പോകുന്നുണ്ട്. എന്നിട്ട് സച്ചിൻ പറയും, നീ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ വീട്ടിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ റീനു അവനെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ പറയും, സച്ചിൻ നീ ഇത് നിർത്തിക്കോ, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന്. എന്നിട്ട് സച്ചിൻ ഡെസ്പാകുന്നത് കണ്ടിട്ട് അവൾ പറയും, നീ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? ഇത് നിന്റെ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ എന്ന്. റീനു ആ പറഞ്ഞത് സച്ചിന് ഒരുപാട് ഹേർട്ടാകുന്നുണ്ട്.
ഈ സമയം റീനുവിനെ ഓഫീസിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടായിട്ട് അവളെ വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷമമായതുകൊണ്ട് സച്ചിൻ റീനു തന്ന ഫോൺ അവൾക്ക് തന്നെ തിരികെ കൊടുത്തിട്ട് അവിടെ നിന്നും പോകും. റീനുവിനും ആകെപ്പാടെ സങ്കടമാകും. സച്ചിൻ നേരെ റൂമിലേക്ക് വന്ന് അമലിനോട് റീനു നോ പറഞ്ഞു എന്ന് പറയും. തനിക്ക് അതിലൊരു കുഴപ്പവും വിഷമവും ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവൻ അമലിനോട് സംസാരിക്കുന്നത്. പക്ഷെ അവന് നല്ല വിഷമമുണ്ടെന്ന് അമലിന് മനസ്സിലാകും. പക്ഷെ അവസാനം സച്ചിൻ്റെ കയ്യിൽ നിന്ന് പോകും. സച്ചിൻ ഓരോന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് ചങ്ക് പൊട്ടി കരയാൻ തുടങ്ങും. അമലിനും അവൻ്റെ വിഷമം കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം റീനു സച്ചിന് ആ ഫോൺ തിരികെ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ അമൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിൻ ചെന്നൈയിലേക്ക് ഇവിടുത്തെ പണിയൊക്കെ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കാര്യം പറയുമ്പോൾ റീനുവിന് വിഷമമാകും. റീനു സച്ചിനോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചതുകൊണ്ട് അമൽ റീനുവിനെ വഴക്ക് പറയും. ഞാനൊക്കെ പറയുന്നത് പോലെയല്ല നീ പറഞ്ഞാൽ അതവന് നല്ലതുപോലെ ഹേർട്ടായെന്ന് അമൽ പറയും. റീനുവും അത്രയ്ക്ക് റൂഡായിട്ട് മനഃപൂർവ്വം ഒന്നും പറഞ്ഞതായിരുന്നില്ല. അവളും തന്നെ സാഹചര്യം കൊണ്ട് പറഞ്ഞതാണ്. താൻ പറഞ്ഞു പോയത് മോശമായി പോയെന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് നല്ലതുപോലെ വിഷമമാകും. നെക്സ്റ്റ് സീനിൽ സച്ചിനെയാണ് കാണിക്കുന്നത്. അവൻ തൻ്റെ ഫ്രണ്ടിനൊപ്പമാണുള്ളത്. പഴയതിനെക്കാട്ടിലും മോശം അവസ്ഥയിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവനൊരു തരത്തിൽ അവിടെ ഒരു ജോലി കണ്ടുപിടിക്കും. TV പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് ടൈമിൽ അവിടെ ഓഡിയൻസായി പോയിട്ട് കൈയടിക്കുകയും അവർ പറയുന്നതനുസരിച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് അവനിപ്പോൾ ചെയ്യുന്നത്. അവന് അവിടെ പോയി അകത്ത് കരഞ്ഞുകൊണ്ട് പുറത്ത് ചിരിച്ചു കാണിക്കേണ്ടി വരും. ഈ സമയം കാർത്തികയും ജോലി നിർത്തി ഹൈദരാബാദിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. റീനു ജോലിയിലും ഫ്ലാറ്റിലും ഒക്കെ ഒറ്റയ്ക്കായി പോകും. അവൾ ഭയങ്കര സങ്കടത്തിലാണ്. സച്ചിനാണെങ്കിൽ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അവൾ തീർത്തും ഒറ്റപ്പെട്ടു പോയി. റീനു വീട്ടിൽ തിരിച്ചെത്തിയിട്ട് സച്ചിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് പൊട്ടിക്കരയുകയാണ്. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം കാർത്തികയുടെ പ്രീ മാരേജ് ഫംഗ്ഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. റീനു അവിടെയുണ്ട്. വാണ്ടർലസ്റ്റ് അവിടെ ഒരു ഗിറ്റാറും കൊണ്ട് പാട്ടാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ അലറിക്കൊണ്ടിരിക്കുകയാണ്. വാണ്ടർലസ്റ്റ് എപ്പോഴത്തേതും പോലെ ഭയങ്കര ഓവറാണ്. റീനുവിന്റെ സങ്കടമൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അവൾ മാറി ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. സച്ചിൻ ആദ്യം ഫംഗ്ഷന് വരില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അമലിനൊപ്പം അവിടേക്ക് വരുന്നുണ്ട്. സച്ചിൻ വരുമ്പോൾ റീനു അവനെ നോക്കുന്നുണ്ട്. സച്ചിൻ അവളെ വളരെ കാഷ്വലായിട്ട് ഒന്ന് മൈൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സച്ചിനൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ റീനു അവന്റെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലും. അപ്പോൾ സച്ചിൻ പറയും തന്റെ വിസ വന്നു, താൻ നാളെ UK പോവുകയാണെന്ന്. റീനു അത് കേട്ട് സച്ചിൻ പോവുകയാണോ എന്നോർത്ത് വിഷമിക്കും. റീനുവിന് സച്ചിനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ആ ഇഷ്ടം തുറന്നു സമ്മതിക്കാൻ എന്തോ ഒരു പേടി പോലെയാണ്. താൻ മെസ്സേജും കോളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് റീനു പറയുമ്പോൾ സച്ചിൻ നിരാശയോടെ പറയും, ഞാൻ അതൊക്കെ എന്തിനാ എടുക്കുന്നത്? മെസ്സേജ് സിംഗിൾ ടിക്ക് ആകുന്നതും പിന്നീട് അത് ബ്ലൂ ടിക്ക് ആകുന്നതും ഒക്കെ നോക്കിയിരുന്ന് മടുത്തു എന്ന്. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആദ്യം വരുന്നത്. അയാളെയും കാർത്തിക ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വന്നിട്ട് അവർക്കിടയിൽ പതിവ് പോലെ കുത്തിത്തിരിപ്പും എരുതിയിൽ എണ്ണ ഒഴിക്കലും തുടങ്ങും. എന്നിട്ട് അമലിനെയും സച്ചിനെയും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആദ്യം നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോകും. സച്ചിനൊക്കെ ആണെങ്കിൽ മദ്യപിച്ച് നല്ല ഫിറ്റുമായിരുന്നു. ആദ്യം ഒരു കൺട്രോളുമില്ലാതെ അമലിനെയും സച്ചിനെയും കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ അവരുടെ കോൺവെർസേഷൻ ഒരു കയ്യങ്കളിയിലേക്ക് പോകും. അപ്പോൾ അത് കണ്ട് റീനു അവിടേക്ക് വരും. സച്ചിൻ പറയും താൻ വേഗം തന്നെ റീനുവിനെ പ്രപ്പോസ് ചെയ്തോ എന്ന്. പക്ഷേ തനിക്ക് റീനുവിനോട് പ്രേമമാണെന്ന് ആദ്യം സമ്മതിക്കില്ല. അയാൾ പറയും ചിലപ്പോൾ റീനുവിന് എന്നോട് പ്രണയം ആയിരിക്കുമെന്ന്. അത് പറഞ്ഞിട്ട് അയാൾ റീനുവിനോട് തന്നെ റീനുവിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. റീനു അതേ എന്ന് മറുപടി പറയുമായിരിക്കുമെന്നാണ് ആദ്യം വലിയ അഹങ്കാരത്തോടെ വിചാരിക്കുന്നത്. പക്ഷെ റീനു എടുത്ത വായിൽ നോ എന്ന് പറയും. അയാളപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചമ്മിപ്പോകും. ഇത് കണ്ടിട്ട് അമലും സച്ചിനും കൂടി ചിരി തുടങ്ങും. ആദ്യം എല്ലാവരുടെയും മുന്നിൽ ആകപ്പാടെ ചമ്മി വിളറി വെളുത്തു പോകും. സച്ചിനാണെങ്കിൽ ചിരിയും നിർത്തില്ല. റീനു റിജക്ട് ചെയ്യുന്നതും ആദ്യക്ക് ഒരുപാട് ഫീലായി. ഐ വിൽ ഷോ യു ഗൈസ് ഹൂ ഐ ആം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ആദ്യം അവിടെ നിന്നും പോകും. എന്നിട്ടും സച്ചിൻ വീണ്ടും കളിയാക്കൽ തുടരും. അത് കഴിഞ്ഞ് റീനു ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്നും പോകും. കള്ളു കുടിച്ച് ബോധമില്ലാതെ സച്ചിനും അമലും കൂടി ആ ടെറസിൽ കിടന്നുറങ്ങും. അതിനിടയ്ക്ക് റീനു സച്ചിന് ബോധം വന്നോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. റീനുവിന് സച്ചിൻ പോകുന്നതിൽ ഒരുപാട് വിഷമമാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ബോധം വന്ന് എണീറ്റ് അമലും സച്ചിനും കൂടി എയർപോർട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. തോമസിന്റെ മിനി കൂപ്പറിനാണ് അവർ പോകുന്നത്. തോമസും അവർക്കൊപ്പമുണ്ട്. സച്ചിനും പോകുന്നതിൽ നല്ല വിഷമമാണ്. കാറിൽ കയറുന്ന അവസാന നിമിഷം വരെ അവൻ റീനു വരുന്നതും കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവൾ ബൈ പറയാൻ വന്നില്ല. അങ്ങനെ കാർ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കാർത്തികയ്ക്കൊപ്പം റീനു അവിടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും യാത്ര പറയാൻ വന്നതാണ്. അവരെന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ റീനുവും അവർക്കൊപ്പം കാറിൽ കയറും. അവരങ്ങനെ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ആദ്യം കാണുന്നുണ്ടായിരുന്നു. അവൻ സച്ചിനെയും അമലിനെയും തല്ലിക്കാൻ ഗുണ്ടകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഗുണ്ടകളും അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ആളില്ലാത്ത ഒരിടത്ത് വെച്ച് സച്ചിനെയൊക്കെ തല്ലാനാണ് ആദ്യയുടെ പ്ലാൻ. സീൻ കട്ടായിട്ട് സച്ചിനെയാണ് കാണിക്കുന്നത്. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് ഓർത്ത് സച്ചിൻ നല്ല ടെൻഷനിലാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ സച്ചിന് ഇപ്പോഴുമുണ്ട്. റീനു അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും സച്ചിൻ അവളെ മൈൻഡാക്കില്ല. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് ചെറിയൊരു വാക്ക് തർക്കമുണ്ടാകും. അങ്ങനെ അവർ പോകുമ്പോഴാണ് ആദ്യം അവരെ ഫോളോ ചെയ്യുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. സച്ചിനാണെങ്കിൽ തലേ ദിവസം ആദ്യയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയുമില്ല. റീനു ആദ്യയോട് ഫോണിലൂടെ സംസാരിക്കാൻ നോക്കുമെങ്കിലും അയാളൊന്നും കേൾക്കാൻ തയ്യാറാകില്ല. ഈ സമയം തോമസ് ആകട്ടെ ഇതെല്ലാം കണ്ടിട്ട് ഹൂ ഈസ് ആദി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ തങ്ങളെ തല്ലാനായിട്ടാണ് വരുന്നത് എന്ന് അറിഞ്ഞു
കഴിയുമ്പോൾ അമലും സച്ചിനും പേടിച്ച് കരയാൻ തുടങ്ങും. ആദ്യം ഒരു ഭ്രാന്തനെ പോലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആദ്യം ഇടയ്ക്കിടയ്ക്ക് JK എന്ന് പറയുന്നുമുണ്ട്. തോമസിന്റെ കാറിലും അവരിടിക്കും. തോമസ് അത് കണ്ട് ടെൻഷനാകും. എൻ്റെ UK പോക്ക് മുടങ്ങിയെന്ന് പറഞ്ഞ് സച്ചിൻ കിടന്ന് നിലവിളിക്കാനും തുടങ്ങും. അത് കണ്ട് റീനു പറയും UK പോക്ക് മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന്. സച്ചിൻ അത് കേട്ട് ചോദിക്കും, അതെന്താ, നീ എനിക്ക് ചെലവിന് തരുമോ എന്ന്. അവൾ പറയും തരുമെന്ന്. സച്ചിൻ അത് കേട്ട് ഞെട്ടിപ്പോകും. റീനു അപ്പോൾ തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം സച്ചിനോട് തുറന്നു പറയും. താൻ സച്ചിൻ്റെ ഒപ്പമുള്ള ടൈമിലെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ സമ്മതിക്കും. സച്ചിൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകും. ഈ ടൈമിൽ ആദ്യം ഗുണ്ടകളും അവരെ തല്ലാനായിട്ട് അവരുടെ കാർ തടയും. തോമസ് ഇത് കണ്ട് എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടും. ആദ്യം ഗുണ്ടകളും സച്ചിനെയും അമലിനെയും നല്ലതുപോലെ തല്ലും. റീനു അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം അവൾക്ക് കൊടുത്ത പെപ്പർ സ്പ്രേ എടുത്ത് അവരുടെ എല്ലാം മുഖത്തടിക്കും. ആദ്യം അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സച്ചിനും റീനുവും അമലും ആദ്യയുടെ മുന്നിൽ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോകും. ആദ്യം ഗുണ്ടകളും അവരെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ കണ്ണ് നീർന്നതുകൊണ്ട് ആദിക്ക് വണ്ടി ഓടിക്കത്തില്ല. കൂടെയുള്ള ഒരു ഗുണ്ടകൾക്കും ഡ്രൈവിംഗും അറിയില്ല. അങ്ങനെ ആദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സച്ചിനും റീനുവും അങ്ങനെ എയർപോർട്ടിലെത്തും. ഭയങ്കര വിഷമമുണ്ട് രണ്ടുപേർക്കും. പക്ഷെ സച്ചിന് UK യിലേക്ക് പോയേ പറ്റൂ. റീനു എയർപോർട്ടിൽ വെച്ച് സച്ചിനെ ഹഗ് ചെയ്ത് തൻ്റെ ഇഷ്ടം അവനോട് തുറന്നു പറയും. അങ്ങനെ അവർ ഇനി മുതൽ തങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അമൽ ഡേവിസിനും ഇത് കണ്ടിട്ട് നല്ല സന്തോഷമാകും. അവർ രണ്ടുപേരും അവസാനമായിട്ട് ഒന്നുകൂടെ ഹഗ് ചെയ്യും. അമലും അവനെ ഹഗ് ചെയ്ത് ബൈ പറയും. എന്നിട്ട് റീനു സച്ചിന്റെ നെറ്റിയിൽ ഒരു ഉമ്മക്കോട് കൊടുത്തിട്ട് സച്ചിനെ പറഞ്ഞു വിടുകയാണ്. സച്ചിൻ വിഷമത്തോടെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അവന് പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും തന്നെ കാത്തിരിക്കാൻ റീനു ഉണ്ടല്ലോ എന്ന സന്തോഷം അവനുണ്ട്. റീനുവിനും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് റീനു അമലിനൊപ്പം തിരികെ പോവുകയാണ്. വഴിയിൽ വെച്ച് തോമസിനെയും അവർ വണ്ടിയിൽ കയറ്റും. സച്ചിൻ എയർപോർട്ടിൽ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ആ ടൈമിൽ റീനുവിന് മെസ്സേജ് അയക്കും. റീനു കാറിൽ പോകുമ്പോൾ അതിനെല്ലാം ഹാപ്പിയായിട്ട് റിപ്ലൈ കൊടുക്കും. അവരങ്ങനെ ഹാപ്പിയായിട്ട് ചാറ്റ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അന്നൊരു ദിവസം റീനുവും കാർത്തികയും വാണ്ടർലിസ്റ്റും കൂടി ടെറസിന്റെ മുകളിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാണ്ടർലിസ്റ്റ് റീനുവിന് ഒരു പയ്യനെ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ക്യാൻ എടുത്ത് താഴേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അത് അന്ന് ആ വഴി നടന്നു പോവുകയായിരുന്ന സച്ചിന്റെ ദേഹത്തേക്ക് തന്നെയാണ് വീണത്. അമലും സച്ചിനൊപ്പം ഉണ്ടായിരുന്നു. സച്ചിന്റെ ദേഹത്തേക്ക് ആ ക്യാൻ വീഴുന്നത് കണ്ടിട്ട് അതിലൂടെ പോകുന്ന ഒരു അമ്മാവനായിരുന്നു അവർ ചീത്ത വിളിച്ചത്. അല്ലാതെ അത് ആ അമ്മാവന്റെ ദേഹത്തേക്കല്ലായിരുന്നു വീണത്. അതായത് റീനുവും സച്ചിനും ഒന്നിക്കുക എന്നത് ഒരു വിധി തന്നെയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അവർക്കാർക്കും അറിയില്ല. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് പ്രേമലു എന്ന മനോഹരമായ ചിത്രം അവസാനിക്കുന്നത്. വളരെ സന്തോഷകരമായ രീതിയിൽ കോമഡിയായി പോകുന്ന ഈ മൂവി എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന വളരെ മികച്ച ഒരു ചിത്രമാണ്. ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ Disney+ ഹോട്ട്സ്റ്റാറിലാണ് പ്രേമലു റിലീസായിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.